ओम शांति। बापदादा मधुबन प्रभात मुरली 1-8-22। मीठे बच्चे, बाबा जो ज्ञान की मीठी मीठी बातें सुनाते हैं वह धारण करने बहुत मीठा क्षीरखंड बनकर रहना, कभी लून पानी नहीं होना എന്ന് ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. മധുരമായ കുട്ടികളെ, ബാബ ജ്ഞാനത്തിന്റെ എന്തെല്ലാം മധുരമായ കാര്യങ്ങൾ കേൾപ്പിച്ചു അത് ധാരണ ചെയ്യും. ബാബ ജ്ഞാനത്തിന്റെ എന്തെല്ലാം മധുരമായ കാര്യങ്ങൾ കേൾപ്പിച്ചു അതെല്ലാം നമ്മൾ ധാരണ ചെയ്യും. അതായത് അത് നമ്മുടെ മനസ്സിൽ ആക്കണം. വളരെയധികം മധുരവും ക്ഷീരഖണ്ഡവുമായി കഴിയും. ജ്ഞാനത്തിന്റെ ധാരണ വരുമ്പോഴാണ് നമുക്ക് മധുരതയും പരസ്പര ഐക്യവും ഉണ്ടാകും. കബി ലൂൻപാനി നഹി ഹോനാഹി, ഒരിക്കലും നമ്മള് ഉപ്പുവെള്ളം ആകരുത്. അതായത് പരസ്പരം വരസുന്നവരാകരുത്, പകരം പാലും പഞ്ചസാരയും ആകണം, വളരെ മധുരമുള്ളവരാകണം. അതാണ് ജ്ഞാനത്തിന്റെ ധാരണ. ചോദ്യം: കിസ് മഹാമന്ത്രിസെ തും ബച്ചോം കോ നയി രാജധാനി കാ തിലക് മിൽനാ? ഏത് മഹാമന്ത്രത്തിലൂടെ കുട്ടികൾക്ക് പുതിയ രാജധാനിയുടെ തിലകം ലഭിക്കും? നമുക്കൊരു മഹാമന്ത്രം നൽകിയിട്ടുണ്ട്. അപ്പൊ അത് ഏത് മഹാമന്ത്രമാണ്? അതിലൂടെ പുതിയ രാജധാനിയുടെ തിലകം ലഭിക്കും. ഉത്തരം: बाबा इस समय तुम बच्चों को महामंत्र देते हैं, मीठे लाडले बच्चे, बाप और वर्षे को याद. ബാബ ഈ സമയം കുട്ടികൾക്ക് ഈ മഹാമന്ത്രമാണ് നൽകുന്നത്. മധുരമായ ഓമന മക്കളെ, ബാബയെയും സമ്പത്തിനെയും ഓർത്തു. ഘർ ഗൃഹസ്ഥമേ രഹത്തെ കമലഭൂല സമാൻ രഹു, തോ രാജധാനി കാ തിലക് തുമേ മിൽ ജായ്. കുടുംബ ജീവിതത്തിൽ കഴിയെ കമലപുഷ്പ സമാനമായി കഴിയണം, അപ്പോൾ രാജധാനിയുടെ തിലകം. ഇതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. നമ്മൾ പുതിയ ലോകത്ത് നമ്മൾ രാജാക്കന്മാരാണ്. അപ്പൊ നമ്മൾ സന്യാസികളെ പോലെ ആകരുത്. രാജാക്കന്മാര് കുടുംബം ഭരിക്കുന്നവരാണ്. ബാബ പറയാണ്, അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ രാജ്യം ഭരിക്കുന്നത്? വളരെയധികം അനാസക്ത ഭാവത്തിലാണ്, വളരെയധികം ഡിറ്റാച്ച്ഡാണ്. സ്വർണ്ണ കൊട്ടാരങ്ങളോ കാഞ്ചന ശരീരമോ ഒന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പൂർണ്ണമായിട്ടും ആത്മാ അഭിമാനികൾ. ബാബ പറയണു, ആ രാജ്യത്തിന്റെ തിലകം, ആ രാജ്യതിലകം കിട്ടണമെങ്കിൽ ഈ സംഗമയുഗത്തില് നമുക്ക് രാജ്യമില്ല. കാരണം നമ്മൾ രാജ്യം നഷ്ടപ്പെട്ടവരാണ്. പക്ഷെ കുടുംബമുണ്ട്, കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളും കുടുംബങ്ങളും ബാബ പറയാണ് കമലപുഷ്പ സമാനം അനാസക്ത ഭാവത്തിൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള മാർഗമാണ് ബാബയെയും ബാബ നൽകുന്ന സമ്പത്തിനെയും. അടുത്ത ചോദ്യം: കഹാ ജാതാ ഹെ ജൈസി ദൃഷ്ടി വൈസി സൃഷ്ടി യഹ് കഹാവത്ത് ക്യോ? ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, മനുഷ്യന്റെ ദൃഷ്ടിക്ക് അനുസരിച്ചിരിക്കും അവന്റെ സൃഷ്ടി. അതെന്തുകൊണ്ടാണ്? ഈ സമയക്കെ മനുഷ്യ ജൈസെ പതിത് ഹെ കാലേ ഹെ ഐസെ അപ്പനെ പൂജ്യ ദേവതാവും കോ ലക്ഷ്മി നാരായൺ രാം സീതാ കോ ശിവ ബാബ കോ ഭി കാല ബനായ ഉൻകി പൂജ കർത്തെ. ഈ സമയത്ത് മനുഷ്യര് പതിതരാണ്, കറുത്തുപോയി. അതുകൊണ്ട് അവരുടെ പൂജ്യ ദേവതകളെയും ലക്ഷ്മി നാരായണനെയും രാമനെയും സീതയെയും എന്തിനെ ശിവബാബയെ പോലും കറുപ്പിച്ച് കാണിച്ചിരിക്കാം, എന്നിട്ട് പൂജ ചെയ്യും. സമുചിത നഹിം ഇസ്ക അർത്ഥ ക്യാ ഹെ ഇസ്ലിയെ യഹ് കഹാവത്. എന്നാൽ എന്തിനാണ് ഇങ്ങനെ കറുപ്പിച്ച് കാണിച്ചിരിക്കുന്നത്? ടോയ്ലറ്റ് ബൈ നേരം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കറുപ്പിച്ച് കാണിച്ചിരിക്കുന്നത് അവർക്ക് അറിയാനും പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന്റെ അകം കറുത്തിരിക്കും, അല്ലെങ്കിൽ മനുഷ്യന്റെ ദൃഷ്ടി എങ്ങനെ ഇരിക്കും അതനുസരിച്ചിരിക്കും അവന്റെ സൃഷ്ടി. ഗീതം: മുക്കുടാ ദേഖലെ പ്രാണി, പ്രാണി ഇന്നെ മുഖം ഒന്ന് നോക്കാൻ. ഓം ശാന്തി. मीठे मीठे सिकिलदे बच्चों ने गीत की लाइन सुनी की, दिल रूबी दर्पण में देखो कि कितना पाप और कितना पुण्य किया. മധുരമായ കുട്ടികള് ഈ പാട്ടിന്റെ വരികൾ കേട്ടു. ഹൃദയമാകുന്ന കണ്ണാടിയിൽ നോക്കണം, നമ്മൾ എത്ര പാപം ചെയ്തു, എത്ര പുണ്യം ചെയ്തു. പാപ और പുണ്യ ദിൽ രൂപി ദർപ്പൺ में विचार किया जाता है ना. പാപവും പുണ്യവും നമ്മള് ഹൃദയമാകുന്ന കണ്ണാടിയിലാണ് നോക്കുന്നത്, അല്ലെ? നമ്മൾ എത്ര പാപം ചെയ്തു, എത്ര പുണ്യം ചെയ്തു. ഇന്നലെ ബാബ എന്താ പറഞ്ഞത്? എല്ലാവരും ചാർട്ട് വയ്ക്കും. ചാർട്ട് വയ്ക്കുന്നതിന് മാർക്കുണ്ട്. പിന്നെ യഥാർത്ഥ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബ പറഞ്ഞു ഓരോന്നിലും പരിവർത്തനം, പുരോഗതി, അതാണ് യഥാർത്ഥമായ ചാർട്ട്. അപ്പൊ അത് നമ്മൾ ദിവസവും നോക്കണം, ഇന്ദ്രിയങ്ങളിൽ കൂടി എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്യും. യഹ്തോ ഹൈ ഹി പാപാത്മാവും കിതും. ഈ ലോകം ബാബ പറയാണ് പാപാത്മാക്കളുടെ ലോകം.
പുണ്യ ആത്മാവം കി ദുനിയ സത്യുഗോ കഹാ ജാതാ ഹെ. സത്യുഗത്തെയാണ് പുണ്യാത്മാക്കളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലിയുഗത്തിലെ എല്ലാവരും പാപകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എത്ര പാപകർമ്മം എത്ര പുണ്യകർമ്മം പരിശോധിക്കും. പുണ്യലോകത്തിൽ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. യഹം പുണ്യ ആത്മാ കഹാംസെ ആയി. ഈ ലോകത്തിലെ എവിടുന്ന് വരാനാണ് പുണ്യാത്മാക്കൾ? സബ് പാപഹി കർത്തെ രഹത്തെ ഹി ക്യോങ്കി രാവൺ രാജ്യം. എല്ലാവരും പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇത് രാവണ രാജ്യമാണ്. എന്റെ എന്ന് പറഞ്ഞു, ഇത് എന്റെയാണ്, പാപമാണ്. ഞാൻ ശരീരമാണ്, ആ വിചാരം പാപമാണ്. അവരെ ശരീരമായിട്ട് കാണും, അത് പാപമാണ്. അപ്പൊ ദ്വാപരയുഗം മുതല് എല്ലാവരും പാപകർമ്മങ്ങൾ ചെയ്യുക. ഖുദ് കഹതെ ഹേ പതിത് പാവന, എന്നിട്ട് സ്വയം വിളിക്കുന്നുണ്ട് പതിത പാവന വരും. ഹം ജാനത്തെ ഹേ കി ഭാരത ഹി പുണ്യ ആത്മാവം കാ ഖണ്ഡത. നമുക്കറിയാം രാവിലെ എവിടെ നിന്ന് വരുന്നു? ഡ്യൂട്ടി ഉണ്ടോ? ഓള് വന്നിട്ട് അപ്പൊ ബാബ പറയാണ്, എന്നിട്ട് സ്വയം വിളിക്കുകയും ചെയ്യുന്നുണ്ട്, ഹേ പതിത പാവന വരൂ. ഹം ജാനത്തെ ഹേ കി ഭാരത ഹി പുണ്യ ആത്മാവം കാ ഖണ്ഡത. നമുക്കറിയാം ഈ ഭാരതമാണ് പുണ്യാത്മാക്കളുടെ ലോകം. ഈ പാപനഹീം കർത്തെ, അവിടെ ആരും യാതൊരു പാപകർമ്മങ്ങളും ചെയ്തിരുന്നില്ല. ഷേർ ബക്കരി ഇക്കിട്ട പാനി പീത്തേതെ ക്ഷീരകണ്ഠത്തെ. അവിടെ ബാബ പറയുന്നു, സിംഹവും ആടും കൂടി ഒന്നിച്ചാണ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. വളരെ സൗഹൃദത്തിലായിരുന്നു ഈ ആടും പശുവും പുലിയൊക്കെ കൂടി. ബാബ ബി കാത്തെ ബച്ചേ ക്ഷീരഖണ്ഡ് ബൻ. ഇവിടെ ബാബ നമ്മൾ കുട്ടികളോട്, ഈശ്വരന്റെ കുട്ടികളോട് പറയാണ്, അവിടുത്തെ സിംഹവും പുലിയും പോലും വളരെ എത്ര സൗഹൃദത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ സൗഹൃദത്തില് പാലും പഞ്ചസാരയും പോലെ കഴിയും. പുണ്യ ആത്മാവും കി ദുനിയാമേം തമോപ്രധാൻ ആത്മാ കഹാംസയായി. പുണ്യാത്മാക്കളുടെ ലോകത്തിൽ തമോപ്രധാന ആത്മാക്കൾ എവിടെ നിന്ന് വരും? അപ്പൊ ഈ തമോപ്രധാനത്തെ മാറ്റണം. അഭി ബാബനെ രോഷനി ദേ. അപ്പോൾ ബാബ നമുക്ക് എല്ലാ കാര്യത്തിലും പുണ്യം എന്താണ്, പാപം എന്താണ്, ഇതെല്ലാം നമുക്ക് വെളിച്ചം നൽകി. തും ജനത്തെ ഹോ കി ഹംസോ സദോപ്രധാൻ ദേവി ദേവതാദേ. നമുക്ക് ഇപ്പോൾ മനസ്സിലായി നമ്മൾ സദോപ്രധാന ദേവി ദേവതകളായിരുന്നു. ലോകം മുഴുവൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന എന്താണ്? ഈ ലോകം എല്ലാവരും കൂടി നന്നായിരിക്കുന്ന ഒരു ലോകം ഒരിക്കലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞത്. പക്ഷെ ബാബ പറയാണ്, അങ്ങനെയല്ല. നമ്മൾ സദോപ്രധാന ദേവതകളായിരുന്നു. ആ കാലഘട്ടത്തില് എല്ലാം സദോപ്രധാനമായി. പുനംകി മഹിമ ഹി ഹെ സർവഗുണ സമ്പന്ന സോലാ കലാ സമ്പൂർണ്ണ. ഹം ഖുദ് ഭി ഉസ്കി മഹിമ ഉൻകി മഹിമ കർത്തെ. ഈ ദേവതകളുടെ മഹിമയാണ് സർവഗുണ സമ്പന്നര്, 16 കലാസമ്പൂർണര്. നമ്മൾ സ്വയം ഇവരുടെയൊക്കെ മഹിമ പാടിയിട്ടുണ്ട്. മനുഷ്യക്കാലത്തെ മുജ് നിർഗുൺ ഹാരമേ കൊയ് ഗുണേ. മനുഷ്യർ ഇവിടെ എന്ത് പാട്ട് പാടുന്നത്? ഒരു ഗുണമില്ലാത്തവനാണ് ഞാൻ, എനിക്ക് യാതൊരു ഗുണമില്ല എന്നുള്ള പാട്ടാണ്. ഗുണമില്ല എന്ന് പാടിക്കൊണ്ടിരുന്ന പിന്നെ ഗുണം ഉണ്ടാവും. അപ്പൊ ബാബ എന്താ പറയുന്നത്? നമ്മൾ ഗുണമുള്ളവരായിരുന്നു, സർവഗുണ സമ്പന്നരായിരുന്നു. ആ പാട്ട് പാടും. പ്രഭു ആപ് ആക്കർ ജബ് ഹം പർ തരസ് കരോ തബ് ഹം ഭി ഐസെ ബൻ സക്തി. എന്നിട്ട് പാട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാണ്, പ്രഭു അങ്ങ് വന്ന് ദയവ് കാണിക്കണം, ഞങ്ങൾ അതുപോലെ ആകും. ഏക ആത്മാനെ ധാര പറഞ്ഞത് ആത്മാവാണ്, അതുപോലും അറിയില്ല. ആത്മാ സമച്ചിത്തേഹേ ഈ സമയം പാപാത്മാഹി. ആത്മാവിനറിയാം ഈ സമയത്ത് നമ്മൾ പാപാത്മാക്കളാണ്. പുണ്യ ആത്മാത്തോ ദേവി ദേവതായഹി ജോ പൂജ ജാത്തേഹി. പുണ്യ ആത്മാക്കള് ദേവി ദേവതകളായിരുന്നു. ആ ദേവതകളെ നമ്മൾ പൂജിക്കുന്നുണ്ട്. സബി ജാക്കർ ദേവതാവും കെ ചരണോമ്പർ ചുക്കൽ. എല്ലാ ഭക്തരും ദേവതകളുടെ ചരണങ്ങളിൽ വന്ന് വീഴാറുണ്ട്. സാധു സന്ത് ആദിബി തീർത്ഥ പർജാതി. സാധുക്കളും സന്യാസികളൊക്കെ തീർത്ഥയാത്ര പോകാറ്. അമർനാഥ് ശ്രീനാഥ് ദ്വാര ജാതി. അമർനാഥത്തിലേക്കും ശ്രീനാഥ് ദ്വാരത്തിലേക്കൊക്കെ പോകും. തോ യഹ് ഹൈ ഹി പാപാത്മം. ഇത് പുണ്യാത്മാക്കൾക്ക് എവിടെയും തീർത്ഥയാത്രയ്ക്ക് പോകേണ്ട കാര്യം. ഇപ്പൊ സന്യാസികൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം പാപാത്മാക്കളാണ്. ഭാരത് ഹി പുണ്യാത്മാവും കി ദുനിയാദി ജബ് ലക്ഷ്മി നാരായൺ കാ രാജ്യത. ഈ ഭാരതം പുണ്യാത്മാക്കളുടെ ലോകമായിരുന്നു. എപ്പോഴാണോ ലക്ഷ്മി നാരായൺ രാജ്യം ഭരിച്ചിരുന്നത് അത് പുണ്യാത്മാക്കളുടെ ലോകമായിരുന്നു. ഉൻകോ ഹി കഹാ ജാതാ ഹെ സ്വർഗ്. അതിനെയാണ് പറയുന്നത് സ്വർഗം. മനുഷ്യ മർത്തേഹ്യത്തോ കാത്തേഹ്യ സ്വർഗയ. അതുകൊണ്ട് ഇന്നും ആളുകൾ മരിക്കുമ്പോൾ എന്താ പറയുന്നത്? സ്വർഗത്തിൽ. പരന്തു സ്വർഗഹേ കഹ. പക്ഷെ പറയുന്നവർക്ക് സ്വർഗം എവിടെയെന്ന് അറിയില്ല. ബാബയ്ക്കുണ്ട് സ്വർഗം എവിടെ, സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത്. സ്വർഗ ജബുദ്ധ തബ് സത്യയുദ്ധ. ഇത് ബാബ പറയണു, സ്വർഗമായിരുന്നപ്പോൾ സത്യയുഗമായിരുന്നു. മനുഷ്യൻ കൊത്തോ ജോ ആത്താഹേ സോ കഥ. മനുഷ്യർക്ക് ഒരു കാര്യം അറിയാൻ പാടില്ല, ഒരു വായിൽ വരുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സമുച്ചയത്തെ കുറിച്ച് പിന്നെ പറഞ്ഞുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ, ആർക്കൊന്നും മനസ്സിലായിട്ടില്ല. സ്വർഗമേ ദയാത്തോ ജരു നരകമേ ദ. ബാബ പറഞ്ഞു ഇത്രയും മനസ്സിലാക്കുക. ഇവിടുന്ന് സ്വർഗത്തിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ അവര് നരകത്തിലായിരുന്നല്ലോ. അത്രയും ഒരു സാമാന്യ ബോധം വേണ്ടേ? അതും സന്യാസി മർത്തേഹ്യത്തോ കാത്തേഹ്യ ജ്യോതി ജ്യോതി സമാൻ.
ഇനി സന്യാസികൾ മരിച്ചാൽ എന്ത് പറയും? അവര് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ആത്മജ്യോതി ബ്രഹ്മജ്യോതിയിൽ പോയി ലയിച്ചു. ഇവരാരെങ്കിലും ബ്രഹ്മത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വെറുതെ അങ്ങ് അടിച്ചു വിട്ടേ വായിൽ വന്നൊക്കെ പറയും. तो फर्क हो गया ना, അപ്പോൾ വ്യത്യാസമായി. ജ്യോതിമേ സമായമാന ഫിർ യഹ മാന നഹി. ജ്യോതിയിൽ ലയിച്ചു പോയി എന്ന് പറഞ്ഞ പിന്നെ ഇവിടെ വരത്തില്ല. തും ജാനത്തെ ഹോ ജഹം അഹം ആത്മായ രഹത്തെ ഹെ ഉസേ നിർവാണം കഹാ ജാതാ ഹെ. നമുക്കറിയാം എവിടെയാണോ നമ്മൾ ആത്മാക്കൾ വസിച്ചിരുന്നത് അതിനെയാണ് നിർവാണധം. അവിടെ ലയിച്ചിരിക്കായിരുന്നെങ്കിൽ ഇങ്ങോട്ട് പോരത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും അവിടെ ലയിച്ചിരിക്കായിരുന്നു. ഓർന്ന് തിരിച്ചു പോകുമ്പോൾ എന്തായാലും ലയിക്കും. വൈകുണ്ഠക്കോ നിർവാണധാൻ നഹീം കഹീം. ഈ വൈകുണ്ഠത്തെ നിർവാണധാം എന്ന് പറയാൻ പറ്റത്തില്ല. ബച്ചോംകോ ബഹൂത്ത് മീട്ടി മീട്ടി ജ്ഞാനിക്ക് ബാത്യം സുനാ. ബാബ വളരെ മധുരമായ ജ്ഞാനത്തിന്റെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. ജോ ബഹുത് അച്ചി രീതി ധാരൺ കർണിച്ചായി. ഈ ജ്ഞാനം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മനനം ചെയ്ത് നമ്മൾ ധാരണ ചെയ്യും. ആര് വിചാരിച്ചാലും ഇളക്കാൻ പറ്റാത്ത വിധത്തില് നമ്മൾ ആട്ടി മനനം ചെയ്ത് ഉറപ്പിക്കും. അപ്പൊ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം ഉണ്ടാവും. തും ജാനത്തെ ഹോ ബാബ ആയാ ഹെ ഹംകോ വൈകുണ്ഠ കാ രാസ്ത ബതാ. നമുക്കറിയാം ബാബ ഇവിടെ വന്നിരിക്കുന്നത് വൈകുണ്ഠത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ബാബ ആയേ ഹെ രാജയോഗ സിഖ്ലാനെ. ബാബ വരുന്നത് രാജയോഗം പഠിപ്പിക്കാനാ. പാവൻ ദുനിയാക്ക മാർഗ് ബദായി ഗൈഡ് ബൻ ലേ ജാത്തെ. പാവന ലോകത്തിലേക്കുള്ള മാർഗം പറഞ്ഞു തന്ന് വഴികാട്ടിയായിട്ട് നമ്മൾ കൊണ്ടുപോകും. വഴി കാണിച്ചു തരും, നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. ബരോബർ വിനാശ്വി സാമനെ കടാ. തീർച്ചയായിട്ടും ബാബ പറയാണ് ഈ പഴയ പതിത ലോകത്തിന്റെ വിനാശവും മുമ്പിൽ നിൽപ്പുണ്ട്. വിനാശു ഹോത്താഹി പുരാനി ദുനിയ. ആളുകൾ വിചാരിക്കുന്നത് ലോകം നശിക്കും. അവർ ലോകം നശിക്കും. ലോകം ഒരിക്കലും നശിക്കത്തില്ല. ലോകം ഒരിക്കലും ഉണ്ടാക്കാനും പറ്റത്തില്ല. നശിക്കുന്നത് ബാബ പറയണു പഴയ ലോകം. ഉണ്ടാക്കിയത് പുതിയ ലോകം, നശിച്ചു പോകുന്നത് പഴയ ലോകം. അതല്ലാണ്ട് ലോകത്തെ ഉണ്ടാക്കിയില്ല, ലോകത്തെ ഇല്ലാണ്ടാക്കാനും പറ്റും. ഈ ലോകത്തിൽ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. ഈ ലോകത്തിൽ ആകെ രണ്ട് ഘടകങ്ങളേ ഉള്ളൂ. അതേതാണ്? ഈ ലോകത്തിൽ ആകെ രണ്ട്. അതിനെ ആ രണ്ടിനെ ഉണ്ടാക്കാനും പറ്റില്ല, ഇല്ലാണ്ടാക്കാനും. ഏതാണ്? ശശി. പ്രകൃതിയും പുരുഷൻ. ഈ രണ്ട് ഘടകങ്ങളുള്ളൂ. പ്രകൃതി, പുരുഷൻ. ആത്മാവും പ്രകൃതി, അല്ലെങ്കിൽ അറിയാമല്ലോ മാറ്റർ ആൻഡ് കോൺഷ്യസ്. ഈ രണ്ട് സാധനങ്ങളെ ആരും ഉണ്ടാക്കിയിട്ടില്ല, ആർക്കും ഉണ്ടാക്കാൻ. പ്രകൃതി പുരുഷം ചൈവ വിദ്യാനാദി ഭാവതി. ഈ പ്രപഞ്ചത്തിൽ രണ്ട് ഘടകങ്ങളാണ് പ്രകൃതി, പുരുഷൻ. അത് രണ്ടും അനാദിയാണ്, അതുകൊണ്ട് അവിനാശി. ബാബ പറയാണ് കുട്ടികളെ പഴയ ലോകം നശിക്കും, അത് ഉറപ്പാണ്. പുരാനി ദുനിയാമേഹി ഉപദ്രവവാദി ഹോത്തെ. ഈ പഴയ ലോകത്തിലാണ് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളെല്ലാം. ഇപ്പൊ പേപ്പറിൽ നമ്മൾ കണ്ടില്ലേ, ഭൂമി കത്തിക്കൊണ്ടിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് മിന്നൽ പ്രളയങ്ങളും ഉണ്ടാവും. എല്ലായിടത്തും ഇപ്പൊ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയം, കുറെ പേര് മരിച്ചു. ഈ പ്രളയം വരുമെന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയ കുറെ പേരെ മാറ്റി. ഇതിപ്പോ അങ്ങനെയൊന്നുമല്ല, പെട്ടെന്ന് ഉടനെ പ്രളയം. ഇപ്പൊ രാത്രി കിടക്കുമ്പോൾ നോക്കിക്കോളും, വെള്ളമൊക്കെ മുട്ടുന്നു, വെള്ളം കയറി വരും. എന്നാലും ഒരു മോളിൽ കയറാനും നോക്കിക്കോളും. ഗായ ജാത്താഹെ ബ്രഹ്മാക്ക ദിൻ അവർ ബ്രഹ്മാക്കിര. ബ്രഹ്മാവിന്റെ പകലും ബ്രഹ്മാവിന്റെ രാത്രി എന്നൊക്കെയാണ് പറയുന്നത്. ബ്രഹ്മത്വയഹാഹിന്, ബ്രഹ്മാവ് ഭൂമിയിലാണ്. ബാപ്പ് ആത്തേഹിക്ക് രാത്രിക്കോ ദിൻ ബനാനെ. ബാബ എന്തിനാണ് വരുന്നത്? രാത്രിയെ പകലാക്കാൻ. ആദാ കൽപ്പിഹെ രാത്, ആദാ കൽപ്പിഹെ ദിൻ. ബാബ പറയുന്നത് പകുതി ഭാഗം. ഇപ്പൊ സൂര്യൻ ഉദിച്ചു, 12 മണിക്കൂർ പകലാണ്, 12 മണിക്കൂർ രാത്രിയാണ്, അവർ ഉറപ്പാണ്. അഭി തുമക്കോ മാലു ഹോ ഗയാ ഹെ വഹ്തോ സമച്ചിതേ ഹെ കലിയുഗ അർജുൻ ബച്ചാ ഹെ. ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ആളുകൾ പറയുന്നത് എന്താണ്? കലിയുഗം ഇപ്പോഴും കുട്ടിയാണ്. എന്നാൽ അത് അവര് തന്നെ പറയും കലിയുഗത്തിന്റെ വിനാശം. കബി കബി കാത്തീസ് ദുനിയാക്ക വിനാശവുമായി. ചിലപ്പോൾ പറയും വിനാശവുമായി. സദ്ഗുരു പറഞ്ഞിരിക്കുന്നത് 2028 ആട്ടിമുടി മാറാൻ പോകാം. പലരുടെ സൂര്യനിൽ വലിയ മാറ്റം വരുന്നു. സൂര്യനിലെ മാറ്റത്തെ കുറിച്ച് പുള്ളി പറഞ്ഞു ഇവിടെ മാറാൻ പോകാം. അല്ലെ, പിന്നെ വേറൊരു കൂട്ടർ പറയുന്നത് 2050 സത്യവും വരാം, അതിൽ പ്രത്യക്ഷമാവുന്നെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ധാരാളം പേര് ഇങ്ങനെ പറയുന്നു. പരന്തു സമചിത്തെ കുജിപ്പിനായി. പക്ഷെ ഇങ്ങനെ സത്യയോഗം ഉണ്ടായിരുന്നു, അതെങ്ങനെ താഴേക്ക് പോയി ഒന്നും അറിയാൻ പാടില്ല. ആദ്യക്കാലത്തോ മുഷ്കിൽ ഘർബാർ ജോഡിത്തെ. ഇക്കാലത്ത് ആളുകൾ അങ്ങനെയൊന്നും വീട് വിട്ടു പോയില്ല. കൊയ് കാരണം ഹോഗയാത്തോ ഘർസെ ജാക്കർ സന്യാസി ബൻ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യയോടൊന്ന് പിണങ്ങി അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും പറഞ്ഞു ഉടനെ വീട് വിട്ടു പോയേക്കാണ് സന്യസിക്കാൻ. ബീജ് में गवर्नमेंट ने ऑर्डिनेंस निकाला था कि सन्यासियों को भी लाइसेंस होना चाहिए. ഇടയ്ക്ക് വെച്ച് ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കി, സന്യാസികൾ ലൈസൻസ് എടുക്കും. വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി ഒരു വേഷം കെട്ടിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക, കള്ളന്മാര് ചിലപ്പോൾ പോക്കറ്റ് അടിക്കും അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കും. അപ്പൊ പറഞ്ഞു ലൈസൻസ് വേണമെന്ന്. ഐസെ തോടെ ഹി കി ജോ ഘർ സെ രൂട്ടെ വഹി ജാക്കർ സന്യാസി ബൻ. ബാബ പറയണു ഈ വീട്ടിൽ നിന്ന് പിണങ്ങിയൊന്നും അങ്ങനെ ആർക്കും സന്യാസിയാകാൻ പറ്റില്ല. മുഫ്തമേ ബഹൂത്ത് മാൽ മിൽ ജാതെ. വെറുതെ ഇരുന്നാൽ മതി, പൈസ കിട്ടും, അതുകൊണ്ട് സന്യാസിയാകും. വഹ് ഹെ ഹദ് കാ സന്യാസ്
തുമാരാഹെ അവരുടേത് പരിധിയുള്ള സന്യാസം. വീട് വിടും. അതെന്തിനാ വീട് വിടുന്നത്? വേറെ സൗകര്യങ്ങൾ വേറെ നന്നായിട്ട് കിട്ടും. ഈ സമയം സാരി ദുനിയ പതിദഹെ ഉൻകോ ഫിർ പാവൻ ബനാന ഏക പതിത് പാവൻ ബാപ കാ ഹി കാം. അപ്പൊ ബാബ പറയാണ് ഈ പരിധിയുള്ള സന്യാസികളും എല്ലാവരും പതിതമായിരിക്കാം. അതുകൊണ്ട് പാവനമാക്കുന്നത് പതിത പാവനനായ ബാബയുടെ മാത്രം പണിയാണ്. സത്യവുമേയും പവിത്ര ഗൃഹസ്ഥ ധർമ്മത. സത്യത്തിൽ ബാബ പറയണു പവിത്രമായ ഗൃഹസ്ഥ ധർമ്മം ഉണ്ടായിരുന്നു. ലക്ഷ്മി നാരായൺ കെ ചിത്രബിഹി. ഇവിടെ ലക്ഷ്മി നാരായണന്റെ ചിത്രങ്ങളുണ്ട്. ദേവി ദേവതാവും കി മഹിമ ഗാത്തേഹന. ദേവി ദേവതകളുടെ മഹിമ പാടാറുണ്ട്. സർവഗുണ സമ്പന്നൻ ഉൻകാഹി ഹടയോഗ കർമ്മസന്യാസ്. അല്ലെ, അവരെല്ലാ ഗുണങ്ങളിൽ നിറഞ്ഞവരാണ്, രാജ്യം ഭരിക്കുന്നവരാണ്. ഇവിടെയുള്ളവരെന്താണ് ബാബ പറഞ്ഞത്? സന്യാസം എന്ന് പറഞ്ഞാൽ ബലം പിടിച്ചു പോവുക, ഹടയോഗ കർമ്മ സന്യാസം. ലേക്കിൻ കർമ്മക്കാ സന്യാസത്തോ മനസ്സൊക്കെ. പക്ഷെ ബാബ പ്രഖ്യാപിക്കുകയാണ് കർമ്മം സന്യസിക്കാൻ പറ്റില്ല. കർമ്മക്കെ ബിനാത്തോ മനുഷ്യ ഏക സെക്കൻഡ് ബി രഹിനഹീൻ സത്ത. കർമ്മമില്ലാണ്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് കർമ്മമാണ്. നമ്മൾ കണ്ണടയ്ക്കുന്നു, കണ്ണ് തുറക്കുന്നു, ഇതൊക്കെ കർമ്മങ്ങളല്ലേ. ആഹാരം കഴിക്കുന്നു, പാചകം ചെയ്യുന്നു, ഒട്ടും തൂക്കുന്നു, തുണി അലക്കുന്നു, തുണി ഉടുക്കുന്നു. സന്യാസിമാർക്ക് ഇതൊക്കെ ചെയ്യാതിരിക്കണം. ബാബ പറയാണ് ഒരു സെക്കൻഡ് പോലും ഒരാൾക്ക് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ലേക്കിൻ കർമ്മ സന്യാസത്തോ ഹോന സകെ. ബാബ പറയാണ് കർമ്മ സന്യാസ് അക്ഷർ ഹി റോങ്. അതുകൊണ്ട് കർമ്മ സന്യാസം എന്നുള്ള വാക്ക് തെറ്റാണ്. യഹ് കർമ്മ യോഗ രാജയോഗം. ബാബ പഠിപ്പിക്കുന്ന എന്താണ്? കർമ്മയോഗം, രാജയോഗം. ബാബ എപ്പോഴും എന്താ പറയുന്നത്? സദാസമയം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിലായിരിക്കണം നമ്മൾ കർമ്മം ചെയ്യും. കർമ്മം ചെയ്യാതിരിക്കേണ്ട കാര്യം, വീട്ടിലിരിക്കാതിരിക്കേണ്ട കാര്യം. പക്ഷെ യോഗ ചെയ്യും. യോഗ ആരോടാ ചെയ്യുന്നത്? അല്ലെ, എപ്പോഴും ബാബ എന്താ പറയുന്നത്? മേര എന്ന് പറയുന്ന ഒരു സാധനമേ വരാൻ പാടില്ല. തും സൂര്യവംശി ദേവി ദേവതാ. നമ്മൾ സൂര്യവംശത്തിലെ ദേവതകളായിരുന്നു. തും ജാൻകേഹി ഹംകോ 84 ജന്മ ലേനെ പടുത്തേ. അവിടുന്ന് നമുക്ക് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. വർണ്ണബി ഗായേ ജാത്തെ. ബ്രാഹ്മൺ വർണ്ണക്ക കിസ്കോ പദനഹി. ഈ വർണ്ണങ്ങളെ കുറിച്ച് മഹിമയുണ്ട്. ബ്രാഹ്മണ വർണ്ണത്തെ കുറിച്ച് ആർക്കും അറിയാൻ പാടില്ല. ബാബ തും ബച്ചംകോ മഹാമന്ത്ര ദേത്തേക്ക് ബാപ് അവർ വർഷേക്കോ യാദ്. ബാബ ഈ സമയത്ത് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം പറയും. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. യോഗ ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവും. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, യോഗ ചെയ്യാതിരിക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ബാബ പറയാണ്, ഞാൻ അതിനൊരു വഴി പറഞ്ഞുതരാം. എന്റെ ഓർമ്മയിലൊക്കെ കർമ്മം ചെയ്യും. ഞാനും എന്റെ സമ്പത്തും അതിനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വന്നു ചേർന്ന കർമ്മങ്ങൾ ചെയ്യണം. തോ തുമക്കോ രാജധാനിക്കാ തിലക്ക് മിൽ ജായ. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ രാജധാനിയുടെ തിലക്ക്. അതല്ലാണ്ട് നമ്മൾ സന്യാസിയായിട്ട് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വിട്ടുപോകാണെങ്കിൽ രാജധാനി കിട്ടത്തില്ല. സന്യാസിക്ക് രാജധാനി ഇല്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ലോകം മതി എന്ന് പറഞ്ഞ് ഭരിക്കുകയാണെങ്കിൽ അവർക്കും ആ രാജധാനി കിട്ടത്തില്ല. ബാബ പറയുന്നു, ഈ ലോകം ഉപേക്ഷിച്ച് ആ ലോകത്തിന് വേണ്ടി തപസ് ചെയ്ത് കർമ്മയോഗങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് രാജധാനി കിട്ടും. മീട്ടെ മീട്ടെ ലാഡിലെ വെച്ച് ഘർ ഗൃഹസ്ഥമേം രഹത്തെ കമലപൂര് സമാൻ. എന്നാൽ വീട്ടിലിരിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ബാബ എങ്ങനെ വിളിക്കുന്നത്? മധുരമായ ഓമന മക്കളെ വീട്ടിൽ തന്നെ കർമ്മങ്ങൾ വന്നു ചേർന്ന കർമ്മങ്ങളെല്ലാം ചെയ്യണം. കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്നാണ് രാധാകൃഷ്ണമായി പറയുന്നത്? ആ ബാബയുടെ ഓർമ്മയിൽ ഉത്സാഹത്തോടുകൂടി, അല്ലെ, എപ്പോഴും ഗീത പറയുന്നത് എന്താണ്? ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്യും. ബാബയ്ക്ക് സമർപ്പിച്ചിട്ട് ബാബയുടെ ഓർമ്മയിൽ നമ്മൾ ചെയ്യും. ബാബ പറയാണ് കുട്ടികളെ കർമ്മം ചെയ്യാതിരിക്കരുത്. കമലപുഷ്പ സമാൻ. ഒന്നും എന്റെ അല്ല. എന്റെ എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെടും. എന്റെ ഒന്നുമില്ല. ഇന്നലെ ബാബ പറഞ്ഞ വരദാനം എന്തായിരുന്നു? ലൈല ശിഷ്ണ അല്ലോ. അടുത്ത വരദാനം എന്തായിരുന്നു? ദൈവയുടെ അനുഗ്രഹം നൽകി. നാരദ ബാബ പറഞ്ഞ ഒരു ഭാരം നിങ്ങൾക്കുണ്ടാകും. അല്ലെ, ഒരു ബോജ് ജിമ്മേവാരിക്ക ബോജ്, ഉത്തരവാദിത്വത്തിന്റെ ഭാരം ബാബയ്ക്ക്. നിങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടുകൂടി കർമ്മം ചെയ്യും. പക്ഷെ ഉത്തരവാദിത്വത്തിന്റെ യാതൊരു ഭാരവും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആസ്വദിച്ച് ഭാരമില്ലാണ്ട് ആനന്ദത്തോടുകൂടി കർമ്മം ചെയ്യും. ഓരോ കർമ്മം ഉപേക്ഷിച്ചിട്ട് ആനന്ദിക്കാന്ന് വിചാരിക്കും. ബാബ അതുകൊണ്ടാണ് പറയുന്നത് കുടുംബ ജീവിതത്തിൽ താമര പുഷ്പം പോലെ ചെയ്യും. ജിത്തനാ പ്യാർ സേ കാം നികൽ സക്ത ഉത്തന ക്രോധ സേ നഹി. ബാബ സ്നേഹം കൊണ്ട് നടക്കുന്നത് പോലെ ക്രോധം കൊണ്ട് നടക്കുന്നതായിരിക്കും. ഉദാഹരണമായിട്ട് ഭാരതത്തിലെ 4 പേരെ ദൈവം പോലെ കരുതണമെന്ന് പറയാറുണ്ട്. 4 പേരെ ദൈവത്തെ പോലെ കരുതണമെന്ന് ഭാരതത്തിൽ പറയാറുണ്ട്. ആരെയൊക്കെയാണ്? അമ്മ, ആദ്യം അമ്മ, പിന്നെ അച്ഛൻ, പിന്നെ ആചാര്യൻ, പിന്നെ 4ാമത് ആര്? 4 പേര് ദൈവമായിട്ടല്ല, ദൈവത്തെ പോലെ കരുതും. അപ്പൊ 4ാമത്തത് അതിഥിയാണ്. അതിഥി എന്ന് വെച്ചാൽ എന്താ? അതിഥി എന്ന് വെച്ചാൽ എന്താ? തിഥി എന്ന് വെച്ചാൽ എന്താ? തിഥി
തിഥി താരിഖ് എന്ന് ബാബ പറയാറുണ്ട്. നാളും തീയതിയും, അതായത് നാള്, തിഥി എന്ന് വെച്ചാൽ നാള്, സമയം അല്ലെ. അപ്പൊ സമയം പറയാതെ ഇപ്പൊ ശശിഭായി നമ്മളോട് പറയാണ്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ലൈല ശശി ആയിരിക്കണം ഇനി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. അപ്പൊ അതിഥി ദൈവമായിട്ടാണ് കണ്ടത്, ശത്രുവായിട്ടാണ്? നമ്മള് നന്നായിട്ട് ഇത്തിരി ആഹാരമൊക്കെ കഴിക്കുന്നത് കശുവണ്ടി പരിപ്പൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്, പലപ്പോഴും മേടിക്കാറുള്ളൂ, മേടിച്ചു വെച്ചിട്ടുണ്ട്, ഇത്തിരി മുന്തിരിയും മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോ പെട്ടെന്ന് ഒരുത്തം കയറി നമ്മളത് ഭാഗത്ത് വരും, വലിയ ശല്യമായാലും അത് പറയും. അപ്പൊ ഈ പെട്ടെന്ന് കയറി വരുന്നവരെ അസ്വസ്ഥത ഉണ്ടാക്കാൻ വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് വരുന്നവരെ നിങ്ങൾ ദൈവമായിട്ട് കാണും, അവരെ തിരസ്കരിക്കില്ല. നാളും തീയതി നോക്കാണ്ട് വരുന്നവരെ ദൈവമായിട്ട് കരുതും. അപ്പൊ അവിടെ അതാ ബാബ പറയുന്നത്. അപ്പൊ ബാബ എപ്പോഴും പറയുന്നത് എന്താണ്? ദുർവാസ സാബ് പെട്ടെന്ന് കയറി വരും, ഇവിടെ ഒരു ചോറിന് ഒരു വറ്റില്ല. അപ്പൊ ദൈവം പറഞ്ഞ് പേടിക്കാതിരിക്കും, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ അത് ബാബയ്ക്ക് സമർപ്പിക്കണം. അപ്പൊ അവരുടെ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും പാലിക്കേണ്ട ഉത്തരവാദിത്വം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ അത് ബാബയ്ക്ക് സമർപ്പിക്കും. 10 പേര് പറഞ്ഞാലും ബാബയ്ക്ക് സമർപ്പിക്കും. ചിലർ ദുർവാസാകുകളാണ്, ബഹളം ഉണ്ടായിക്കളയും. അപ്പൊ ബാബ പറഞ്ഞു അതൊക്കെ എനിക്ക് സമർപ്പിച്ചു, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു. അപ്പോ ബാബ പറഞ്ഞു ഞാനൊരു കാര്യം പറയുന്നത് നടപ്പാക്കണമെങ്കിൽ അത് എനിക്ക് സമർപ്പിച്ചാൽ മതി, വിഷയമൊന്നുമില്ല. അത് ബാബ നടപ്പാക്കി തന്നു. ബാബ അതിനാ പറഞ്ഞെന്നല്ല പറഞ്ഞത്, ഒരു ഭാരവും നിങ്ങൾക്കില്ല, ജിമ്മേവാരി നിങ്ങൾക്ക്, അത് എനിക്ക്. എന്നുവെച്ചാൽ ബാബ ഇങ്ങനെ ഭാരം എടുത്തുകൊണ്ട് നടക്കാം, അവർ അതൊക്കെ നടന്നുള്ളൂ. ഈ ഭാരം കൊണ്ട് നടന്ന ഒന്നും നടക്കും. ബാബ പറയാണ് കുട്ടികളെ ഈ ദേഷ്യം കൊണ്ട് ഒരു കാര്യവും നടക്കില്ല, സ്നേഹം കൊണ്ട് കാര്യം നടക്കും. ബഹൂത്ത് മീട്ടാപ്പൻ. അതുകൊണ്ട് ബാബ പറയാണ് വളരെ മധുരമുള്ളവരായിട്ട് മാറും. ബാബയ്ക്ക് യാദമേ സദൈവ് മുസ്കുരാത്തെ. ബാബയുടെ ഓർമ്മയിൽ സദാ പുഞ്ചിരിച്ചിരിക്കണം. ദേവതാവും കി ചിത്രത്തേക്കോ കിത്തനെ ഹർഷിത് രഹത്തെ. ഈ ലക്ഷ്മി നാരായൺ ദേവതകളുടെയൊക്കെ മുഖത്തോക്ക് എന്തൊരു പുഞ്ചിരിയാണ്. അഭിത്തും ജനത്തേഹോ ബഹുത്തോ ഹം ഹി ധേ. അത് നമ്മൾ തന്നെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ദേവതകളായിരുന്നു. ഹംസോ ദേവതാധേ പുരുഷോ ക്ഷത്രിയ വൈശ്യ ശൂദ്രവൻ. നമ്മൾ ദേവതകളായിരുന്നു, പിന്നെ ക്ഷത്രിയരായി, പിന്നെ വൈശ്യരായി, പിന്നെ ശൂദ്രരായി. അഭി ഹം സംഗംബർ ബ്രഹ്മാമുഖവംശാവലിപ്പനെ. ഇപ്പോൾ നമ്മൾ സംഗമത്തിലോ ബ്രഹ്മാമുഖത്തിൽ കൂടെ ബ്രാഹ്മണരായി. ബ്രഹ്മാമുഖ വംശാവലി സോ ഈശ്വര വംശി. ബ്രഹ്മാമുഖവംശി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര വംശി. ബാബുക്ക വരസ മിൽത്താഹി മുക്തി അവർ ജീവൻ മുക്തി. ബാബയുടെ സമ്പത്ത് എന്താണ്? മുക്തിയും തരും, ജീവൻ മുക്തിയും തരും. യഹ് തും ജാനത്തെ ഹോ ജബ് ദേവി ദേവതാവം കാ രാജ്യ ഥാ തോ അവർ കൊയ് ധർമ്മ നഹീ ഥാ ചന്ദ്രവംശി ബി നഹീ ഥേ. ഇത് നമുക്കറിയാം, ദേവി ദേവതകളുടെ രാജ്യമായിരുന്നപ്പോൾ വേറെ ധർമ്മങ്ങൾ ഇല്ലായിരുന്നു, ചന്ദ്രവംശികൾ പോലും അവിടെ ഇല്ലായിരുന്നു. ചന്ദ്രവംശികൾ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ മുറുമുറുക്കും, ഈ സംഘമയുഗത്തിൽ മുറുമുറുക്കുന്നവരാണ്. അത്രയും മധുരമാകാൻ പറ്റും, ഇത്തിരി മുറുമുറുക്കൊക്കെ ഉണ്ട്. അപ്പൊ അവരാണ് ക്ഷത്രിയന്മാർ. ത്രേതാത്തിൽ പോയ സത്യം എന്ന് പറഞ്ഞാൽ സദാ പുഞ്ചിരിക്കുന്നു. ഓടക്കുള്ളു നിന്നവർ, കൃഷ്ണൻ ഓടക്കുള്ളിലാണ്, നല്ല ആനന്ദത്തിലാണ്. രാമനാണെങ്കിൽ അമ്പും വെല്ലും, എപ്പോഴും സംഘർഷം. അപ്പൊ പറയും ത്രേതാത്തിൽ പോയ, സത്യത്തിൽ പോയി അവിടെ കുളമാക്കണ്ട. അഭിത്വ സമച്ചനയ്ക്ക് ബാധ്യത. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഹംസോക്ക അർദ്ധ ബി ഉനോനെ ആത്മാസോ പരമാത്മാ നികല്ലിയ. നമ്മൾ തന്നെയായിരുന്നു ദേവതകൾ, അത് അവര് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ പരമാത്മാവാണ് പറഞ്ഞു. അഭിത്വത്വം ജനത്തേഹോ ഹംസോ ദേവതാ ക്ഷത്രിയനെ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ദേവതകളായിരുന്നു നമ്മൾ, പിന്നെ നമ്മൾ ക്ഷത്രിയരാകും, പിന്നെ നമ്മൾ തന്നെ വൈശ്യരാകും, നമ്മൾ തന്നെ ശൂദ്രരാകും, നമ്മൾ തന്നെ ബ്രാഹ്മണരാകും. നമ്മൾ ഒരിക്കലും പരമാത്മാവാകും. ഏത് ആത്മാക്കാത്തി. ഇതാരാ പറയുന്നത്? ആത്മാവ്. ഹം ആത്മാ പവിത്ര ധി തോ ശരീർ ബി പവിത്രത. നമ്മൾ ആത്മാക്കൾ പവിത്രമായിരുന്നപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ദേഹവും പവിത്രമായിരുന്നു. അപ്പൊ വന്ന് എന്താണ് ഇത്? വസൂരിപ്പനി. വസൂരിപ്പനി ഇതൊക്കെ പനികൾ പറയും, അതിലൊക്കെ പൊള്ളി വരുന്ന പറയും. ഹൈഹി വൈസ്ലെസ് വേൾഡ് ഏക വിഷ്യസ്. അത് വൈസ്ലെസ് വേൾഡ് ആണ്, ഇത് വിഷ്യസ് വേൾഡ് ആണ്. ദുഃഖധാം സുഖധാം ശാന്തിധാം ജഹം ഹം സം ആത്മാവിന് 3 ധാമുകളുണ്ട്. സുഖധാമം, ദുഃഖധാമം, പിന്നെ ആത്മാക്കൾ വസിക്കുന്ന ശാന്തിധാം. കഹത്തെ ഹംസബ് ചീനി ഹിന്ദു ബായി ബായി പരന്തു അർദ്ധബിത്തോ സമുച്ചിതന. ഇവിടെ എല്ലാരും പറഞ്ഞെന്താ? ഹിന്ദു ചീനോ ബായി ബായി, പിന്നെ ഹിന്ദു മുസ്ലിം ബായി ബായി. അവർ അർത്ഥം അറിയില്ല. ആജ് ബായി ബായി കാത്തേക്കാൾ ബന്ധുക്കളാകാത്തെ. ബായി ബായി എന്ന് വായ കൊണ്ട് പറയും, കയ്യിലൊക്കെ തോക്കും വെടിപ്പോക്കൊക്കെയാണ്, നാള് തോക്കെടുക്കും. ആത്മാവും സബപ്രദേശ്. അവർ എങ്ങനെ ബായി ബായി ആവുന്നത്? ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്, അല്ലെ? ആത്മാക്കളെല്ലാം സഹോദരങ്ങൾ. പരമാത്മാക്കോ സർവ്യാപി കാനേസെ സബ് ഫാദർ ഹോ ജാത്തെ. പക്ഷെ പരമാത്മാവാണെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഫാദർ ഉണ്ടായി, അവളെല്ലാവരും അച്ഛന്മാരായി. ഫാദർ കോ വർഷ ദേന. ബാബ പറഞ്ഞു ഫാദർ എന്ന് പറയുമ്പോൾ സമ്പത്ത് കൊടുക്കേണ്ട ആളാണ്. ബ്രദേഴ്സ് കോ വർഷ ലേന. ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ സമ്പത്ത് എടുക്കേണ്ടവരാണ്. രാത്രി കാ ഫർക്ക് ഹോ ജാത്ത. അവ പറയുന്ന തമ്മിൽ രാപകൽ വ്യത്യാസമായി. ബഹുതോ പതിത് പാവൻ ഹേന ഉൻസേ ഹി പാവൻ ബൻ.
ബാബ പറയണു, ഞാൻ പതിതമാകില്ല, ഞാൻ പതിത പാവനനാണ്, നിങ്ങൾ എന്റെ കുട്ടികളാണ്, അച്ഛൻ പതിതമാകില്ല, നിങ്ങൾ എന്നിലൂടെ പാവനം ആകണം. ഹം മനുഷ്യസേ ദേവത ബന്നെ ചാകത്തെ, നമ്മൾ മനുഷ്യരിൽ നിന്നും ദേവതകളാകാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രന്ഥമേമ്പി മനുഷ്യസേ ദേവത ഗായാബി ജാത്താഹെ സക്കൻഡമേ ജീവൻ മുക്തി. ആ ഗുരു ഗ്രന്ഥ സാഹിബിലുണ്ട് മനുഷ്യരിൽ നിന്നും ദേവതയാണ്. അതുപോലെ സക്കൻഡിൽ ജീവൻ മുക്തി എന്നൊരു മഹിമയുണ്ട്. ഹം ദേവതായും ജീവൻ മുക്തേ അഭി ജീവൻ ബന്ധുക്കനെ. നമ്മൾ ദേവതകൾ ജീവൻ മുക്തരായിരുന്നു, ഇപ്പോൾ നമ്മൾ ജീവൻ ബന്ധനത്തിലാണ്. അപ്പൊ ജീവൻ എന്താ? രാജഭായി, ജീവൻ എന്താണ്? അല്ലെ ലൈലസിസ്റ്റർ പറഞ്ഞു, ജീവൻ എന്താണ്? ജീവൻ ബന്ധനത്തിലാണ്. ജീവൻ എന്താണ്? ജീവൻ എന്ന് വെച്ചാൽ ശരീരം. നമ്മൾ അവിടെ ശരീരത്തിൽ ഇരിക്കെ, ദൈവാത്മാവ് ശരീരത്തിൽ ഇരിക്കെ ശരീരത്തിന്റെ ബന്ധനമില്ലായിരുന്നു, അപ്പൊ ജീവൻ മുക്തരായിരുന്നു. ഇവിടെ ശരീരത്തിലിരിക്കുക, ശരീരത്തിന്റെ ബന്ധനത്തിലാണ് നമ്മൾ. രാവൺ രാജ്യം ദ്വാപരസെ ശുരു ഹോത്ത. ഈ ഇരുട്ടിനെ നമ്മൾ വണങ്ങിയത് രാവണ രാജ്യം ദ്വാപരം മുതൽ. നമ്മുടെ മനസ്സ് ദേഹമാണെന്ന് ഞാൻ ഒരു ബോധത്തിലേക്ക് വന്നു. ഒരു ദേവതായും വാമമാർഗമേ ജാതി. അതിനെ കുറിച്ചാണ് പറയുന്നത്. ദേവതകൾ പുണ്യക്ഷയം സംഭവിച്ച് വാമമാർഗത്തിലേക്ക് തിരിഞ്ഞ് മനുഷ്യരായി മാറി. മനുഷ്യർ എന്ന് വെച്ചാൽ ദേഹബോധത്തിൽ ഇരിക്കുന്ന മനുഷ്യരായി മാറി. ഏക നിശാനിയാമ്പി രഹി. അങ്ങനെ ദേവതകൾ വാമമാർഗത്തേക്ക് പോയതിന്റെ അടയാളങ്ങൾ കാണിക്കുന്നുണ്ട്. ജഗന്നാഥപുരിമേം ദേവതാവും കെ ബി ബഹൂത്ത് ഗന്ധ ചിത്രം. ജഗന്നാഥപുരിയിലെ ദേവതകളുടെ കാമവികാരത്തിൽ പോകുന്ന വളരെ മോശം ചിത്രങ്ങളുണ്ട്. ആകെത്തോ യഹ് സമച്ചുമേ നഹി. ബ്രഹ്മബാബ പറയാണ്, അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു, എന്തിനാണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ കിത്തന സമച്ചുമേമായ. ഇപ്പോൾ കാര്യം മനസ്സിലായി. വണ്ടർ ഗാത്തേക്ക് ദേവതാവും കെ ഐസെ ഗന്ധ ചിത്രഹം കൈസെ ലഗേഹെ അവർ അന്തർ കാലാ ജഗന്നാഥ് ബൈഡാഹെ. അപ്പൊ അന്ന് അമ്പലത്തിൽ പോകുമ്പോ ബ്രഹ്മബാബയ്ക്ക് ചിന്തയുണ്ടായിരുന്നു, ഈ ദേവീ ദേവതകൾ കാമവികാരത്തിൽ പോകുന്ന വിഗ്രഹങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഇവരെ കുറിച്ച് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനി അകത്തേക്ക് നോക്കുമ്പോഴോ കറുത്ത ജഗന്നാഥന്റെ പടമാണ് വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. ശ്രീനാഥ് ദ്വാരമേമ്പി കാലേ ചിത്രത്തിൽ കാത്ത്. ശ്രീനാഥ ക്ഷേത്രത്തിലും കറുത്ത കൃഷ്ണനാണ്. യഹ് കിസ്കോ പദ നഹി ഹേക്കി ജഗന്നാഥിക്ക് ശക്കൽ കാളി ക്യോൻ ദിഖായി. അപ്പോൾ എന്തിനാണ് ഈ ജഗത്തിന്റെ നാഥന്റെ ചിത്രം, എന്തിനാണ് മുഖം എന്തിനിങ്ങനെ കറപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആർക്കും അറിയില്ല. കൃഷ്ണ ഗലിയതോ കാത്തെ ഉൻകോ സർപ്പനെ ഡാൻസ്. കൃഷ്ണനെ കുറിച്ച് എന്താ പറഞ്ഞേക്കണേ? കൃഷ്ണനെ സർപ്പം കൊത്തി. ശരി, രാംകോ ക്യാ ഹുവ? രാമനാരാ കൊത്തിയത്? രാമനെ കറപ്പിച്ചു വെച്ചിരിക്കും. രാമനെ പാല് കൊത്തി. നാരായൺ കി ശക്കൽ ബി സാമരി ദിഖാ ദേത്തെ ഹെ. ഇനി നാരായണന്റെ മുഖവും കറപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ പറഞ്ഞു, ഇവരെ കാരെ പിടിച്ചു കൊത്തിയത്? അല്ലെ, പണ്ട് സ്വാമി വിവേകാനന്ദൻ തമിഴ്നാട്ടിൽ വന്നപ്പോൾ വലിയൊരു ഓഡിയൻസ് ആണ്. സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു, കൃഷ്ണൻ എന്തിനാ ശ്യാമവർണ്ണനായിട്ട് കാണിച്ചു? അപ്പൊ അന്ന് പ്രശസ്തനല്ലാത്ത പിന്നീട് വളരെ പ്രശസ്തനായ രാജഗോപാലാചാര്യ എഴുന്നേറ്റ് പറഞ്ഞു, ആകാശത്തിന്റെ നിറം നീല നിറമാണ്, അതുകൊണ്ടാണ് കൃഷ്ണന്റെ നിറം നീല നിറമായിട്ട് കാണിച്ചത്. വാ, അതായത് സർവ്വവ്യാപിയുടെ നിറമാണ് കാണിച്ചു വെച്ചത്. ആകാശം ഇങ്ങനെ വ്യാപിച്ചു കിടപ്പുണ്ട്. അപ്പോൾ അതുപോലെ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ നിറത്തെ കാണിച്ചിരിക്കുന്നത്. സ്വാമികാനന്ദനും രാജഗോപാലാചാര്യക്ക് ആരാ? അപ്പൊ ബാബ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? വികാരത്തിലേക്ക് പോയതിന്റെ അടയാളമായിട്ടാണ് വെളുത്തവരെ ഗൗരി കാളി കറുത്തുപോയി. ഗൗരി കറുത്തുപോയി. അതിന് കാരണം ബാബ പറയാണ്, വികാരത്തിലേക്ക് പോയി. അപ്പോൾ വികാരത്തിലേക്ക് പോയ മനുഷ്യരിതൊക്കെ ഉണ്ടാക്കിയപ്പോ എന്ത് ചെയ്തു? എല്ലാത്തിനെയും കറപ്പിച്ച് കാണിച്ചു വെച്ചു. പിന്നെ വികാരത്തിലേക്ക് പോകുന്ന മനുഷ്യരെന്ത് ചെയ്തു? ദേവതകളും വികാരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് അവരുടെ പടമൊക്കെ ഉണ്ടാക്കി വെച്ചു. നമുക്ക് ലൈസൻസ് ആയല്ലോ, എന്ത് ചെയ്യാം? ബാബ പറയാണ്, എന്നൊരു കഥ എഴുതി വെച്ചു. ശ്രീകൃഷ്ണൻ സർപ്പം കൊത്തി. ബാബയ്ക്ക് രാമനാരോ കൊത്തി, നാരായണനാരോ കൊത്തി. ശിവലിംഗ ബി കാലാധിക്കാതെ. ഇനി വേണ്ട, ശിവൻ എന്നും വെളുത്തിരിക്കുന്ന ആളാണ്. ആ ശിവലിംഗവും കറപ്പിച്ചു വെച്ചു. സബ് കാലാഹി കാലാധിക്കാതെ, എല്ലാം കറപ്പിച്ചു. ജൈസി ദൃഷ്ടി വൈസി ദൃഷ്ടി. ബാബ പറയണം, മനുഷ്യന്റെ ദൃഷ്ടി അനുസരിച്ചിരിക്കും അവന്റെ സൃഷ്ടി. ഈ സമയം ഹൈ ഹി സബ് പതിത് കാലേത്തോ ഭഗവാൻ കോ ബി കാലാ ബനാ ദിയാ ഹി. ഈ സമയത്ത് എല്ലാവരും പതിതരായി, എല്ലാവരും ആത്മാവിൽ കറുത്തുപോയി. അതുകൊണ്ട് അവരുണ്ടാക്കിയ ചിത്രങ്ങളൊക്കെ അവർ കറപ്പിച്ചു വെച്ചു. പഹലെ പഹലെ ശിവയ്ക്ക് പൂജ കർത്തേതേ ഹീറോം കലിംഗ് ബനാത്തേതേ. ആദ്യ കാലത്തെല്ലാം ശിവലിംഗം വൈരം കൊണ്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പൊ വഹ സഭ ചീസയും ഗായബ് ഹോഗി. ഇപ്പൊ വൈരൊന്നുമില്ല, പൈസയൊന്നുമില്ല, അതൊക്കെ പോയി. യഹ്തോ മോസ്റ്റ് വാല്യുബിൾ ചീസേ ഹി. പുരാനി ചീസക്ക മാൻ കിത്തന ഹോത്താ ഹി. ഇതൊക്കെ ഏറ്റവും വില പിടിച്ച സാധനങ്ങളാണ്. പഴയ സാധനങ്ങൾക്ക് ആൾക്കാർക്ക് വലിയ മാന്യതയാണ്. പൂജ ശുരു ഹുയെ 2005 വർഷ ഹുയെ തോ ഇതനെ പുരാനെ ഹോങ്കെ അവർ ക്യാ. അല്ലെ, 2500 വർഷമേ പൂജ ആരംഭിച്ചിട്ടായിട്ടുള്ളൂ. പക്ഷെ ഇവര് പറയും ലക്ഷക്കണക്കിന് മുമ്പുള്ള വിഗ്രഹമാണെന്നൊക്കെ. പറഞ്ഞു, അതെങ്ങനെ വരാനാണ്? പുരാനെ ചിത്ര ദേവി ദേവതാവും ഒക്കെ ഏറ്റവും പഴയത് ദേവി ദേവതകളുടെ ചിത്രങ്ങളാണ്. കഹദേത്തെ ലാഖം വർഷത്തെ. എന്നിട്ട് അവരെന്താ പറയുന്നത്? ലക്ഷക്കണക്കിന് വർഷം. ഭാരതത്തിൽ ഏത് പഴയ അമ്പലത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിലും 2000 വർഷത്തിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല. ഗുരുവായൂർ അമ്പലം എത്ര വർഷമായി? അമ്പലപ്പുഴ അമ്പലം വലിയ അമ്പലം എത്ര? 500 വർഷമായിട്ടില്ല. അപ്പൊ മാക്സിമം ഇത്രയൊക്കെ പഴക്കമുള്ളൂ. അപ്പൊ ബാബ പറയണം, വെറുതെ എന്നിട്ട് ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയാണ്.
अभी तुम जानते हो 5000 വർഷ പഹലെ ഭാരത സ്വർഗത. ഇപ്പൊ നമുക്കറിയാം 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു. അഭി കലിയുഗെ വിനാശ സാമനെ കടായി. ഇപ്പോൾ കലിയുഗമാണ്. മാത്രമല്ല കലിയുഗത്തിന്റെ വിനാശവും മുമ്പിൽ നിൽക്കാണ്. സബ്കോ ജാന, എല്ലാവർക്കും പോകേണ്ട സമയമായി. ബാബ ഹി സബ്കോ ലേ ജാത്തെ ഹി, എല്ലാവരെയും കൊണ്ടുപോകുന്നത് ആരാണ്? ബാബ തന്നെയാണ്. ബ്രഹ്മദ്വാര തും ബ്രാഹ്മൺ ബനെ ഫിർ തും ദേവതായം പാലന കരേങ്കെ. ബ്രഹ്മാവിലോട്ട് നമ്മൾ ബ്രാഹ്മണരായി, പിന്നെ നമ്മൾ നാളെ വിഷ്ണു ദേവതകളായിട്ട് പാലിക്കും. ഏക ബാത്യം പോയി ഭാഗവത് ഗീതാമേ നഹി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാഗവതത്തിലും ഇല്ല, ഗീതയിലും ഇല്ല. ബാബ കാത്തെ ഹേ ഏക് നോളജ് ഗും ഹോ ജാത്തെ ഹി. ബാബ മനസ്സിലാക്കി തരികയാണ്. അതിന് കാരണം എന്താണ്? ഈ അറിവ് കാലഹരണപ്പെട്ടു പോകും. ലക്ഷ്മി നാരായൺ തു ത്രികാൽദർശി നഹി ഹെ ഫിർ യഹ് ഞാൻ പരമ്പര കൈസെ ചലാത്ത. ലക്ഷ്മി നാരായണന്മാർക്ക് പോലും അറിയില്ല നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടേക്കാണ് പോകുന്നത്. കൃഷ്ണൻ വരുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? അല്ലെ, പുരാണത്തിൽ പറയുന്നത് എന്താണ്? എന്നെ ആരാ സൃഷ്ടിച്ചത്, ഞാനിത് എവിടെ നിന്നാ വന്നു? അപ്പൊ ഈ ലക്ഷ്മി നാരായണന്മാർ എവിടെ നിന്ന് വന്നു? അവർക്കറിയില്ല. ബ്രഹ്മത്തിൽ നിന്ന് വന്നു പോലും അവർക്കറിയില്ല. കഴിഞ്ഞ കലിയുഗത്തിൽ പഠിച്ചിട്ടാണ് വന്നത്, അതും അറിയാൻ പറ്റും. അപ്പൊ ബാബ പറഞ്ഞു, ഇനി ത്രേതായുഗം വരും, അതും അറിയാൻ പാടില്ല. ഇനി ദ്വാപരയുഗം വരും, അതും അറിയാൻ പാടില്ല. ഒന്നും അറിയാൻ പാടില്ല. പറഞ്ഞു അവർക്ക് അറിയാൻ പാടില്ല. പിന്നെ അവർക്ക് ശേഷമുള്ളവർ ഇത് എങ്ങനെ അറിയാം? പിന്നെ എങ്ങനെ പരമ്പരയായിട്ട് വരും? തുംഹി ഈ സമയത്ത് ത്രികാലദർശിക്കോ. ഈ സമയത്ത് ബാബ വരുമ്പോഴാണ് നമ്മൾ ത്രികാലദർശികളായിട്ട് മാറുന്നത്. സബ്സെ അച്ചി സേവ ഈ സമയത്ത് തും കർത്തേ. ഏറ്റവും നല്ല സേവ എന്താണ് നമ്മൾ ഈ സമയത്ത് ചെയ്യും? എന്ത് സേവ ചെയ്യണം? ജ്ഞാനദാനം ചെയ്യണം. ജ്ഞാനം ദാനം ചെയ്യാണ്ട് വളരത്തില്ല, നമ്മളിൽ വർദ്ധിക്കില്ല. ബാക്കി എന്തും അപഹരിച്ചു, പക്ഷെ വിദ്യ അപഹരിച്ചുകൊണ്ടാണ്. വിദ്യ നമ്മുടെ പുരോഗതി ഉണ്ടാക്കി. അതാണ് ഇന്നലെ ബാബറിന് പ്രഗതി ഉണ്ടാവുന്നത്, പുരോഗതി ഉണ്ടാവുന്നത് ആ കാര്യത്തിൽ. അപ്പൊ ബാബ പറഞ്ഞ ഏറ്റവും നല്ല സേവയാണ് ആളുകൾക്ക് ആത്മജ്ഞാനം കൊടുക്കുക. തും ഹോ സച്ചേ സച്ചേ റുഹാനി സോഷ്യൽ വർക്കർ. അപ്പൊ നമ്മൾ ആരാണ്? സത്യമായ റുഹാനി സോഷ്യൽ വർക്കറാണ്. തും ആത്മ അഭിമാനി ബനത്തേഹു. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആത്മ അഭിമാനി, ഞാൻ ആത്മാവാണെന്ന് വരുത്തി തീർക്കണം. ആത്മാമേൻ ജോ ഖാദ് പഠീഹെ വഹി നികലേ കൈസെ. പക്ഷെ ഈ ആത്മാവിലൊക്കെ കറ പിടിച്ച് കിടക്കാണ്, അതെങ്ങനെ ഇല്ലാണ്ടാക്കും? ബാബ ജൗഹരി ബിഹന, ബാബ രത്നവ്യാപാരിയുമാണ്. സ്വനാമയം അയൺകി ഖാദ് പഠിത്തേ പഠിത്തേ ആത്മാ പതിത് പോലെ. ഈ സ്വർണത്തില് ഇരുമ്പിന്റെ കറ പിടിച്ച് ആത്മാവ് പതിതമായി. അപ്പൊ പാവൻ കൈസെ വരും, എങ്ങനെ ആത്മാവിനെ ശുദ്ധമാക്കും? ബാബ കാത്തെ ഹേ ആത്മാ മാമേകം യാതൊരു. ബാബ പറയാണ്, ഹേ ആത്മാവേ, നീ എന്നെ തന്നെ ഓർമ്മിച്ചിരിക്കും, വേറെ ആരും. പ്രകൃതിയെ ഓർമ്മിക്കരുത്. പ്രകൃതിയാണ് നാമരൂപങ്ങൾ ഉണ്ടാക്കി. ഈ വീട് പ്രകൃതിയുടെയാണ്. ബാബ പറഞ്ഞ ഇതിനെ ഓർമ്മിക്കേണ്ട കാര്യം അല്ലെ. ഇതിന് നമ്മുടെ വീടൊന്നും ഓർമ്മിക്കുക, വീടൊക്കെ അപ്പൊ അത് അവിടെ ഇരിക്കും. ബാബർ അത് അവിടെ ഇരുന്നു, നമ്മൾ ഓർമ്മിച്ചിട്ട് എന്താ കാര്യം? ഒന്നിനെ ഓർമ്മിക്കരുത്. ദേഹധാരികൾ അതൊക്കെ ബാബർ എന്തിനാ ഓർമ്മിക്കേണ്ട കാര്യം? ഓർമ്മിച്ചാൽ ആത്മാവിൽ കഴിവ്. എന്നെ മാത്രം ഓർമ്മിക്കണം. പതിത് പാവൻ ബാബ ശ്രീമത്ത് ദേത്തെ. പതിത പാവനായ ബാബ നമുക്ക് ശ്രീമത്ത് നൽകാണ്. ഭഗവാൻ വാജ് ഹേ ആത്മായേം തുമാരേമേം ഖാദ് പഠിത്തി അഭി തും പതിത് ഹോ. ഭഗവാനാണ് പറയുന്നത്, ഹേ ആത്മാക്കളെ, നിങ്ങളിൽ ധാരാളം കറ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ പതിതമായി. പതിത് ഫിർ മഹാത്മാ ധോടെ ഹി ഹോസ. പതിതരൊരിക്കലും മഹാത്മാവില്ല. ഏക ഹി ഉപായി. പിന്നെ എങ്ങനെ ഇതാവും? അല്ലെ, ഒരേ ഒരു ഉപായമാണ് ഗീത പറയുന്നത്. സർവധർമാൻ പരിത്യജ മാം ഏകം. എന്നെ മാത്രം, ശരീരമില്ലാത്ത സദാ പവിത്രമായിരിക്കുന്ന എന്നെ ഓർമ്മിക്കുമ്പോൾ ശരീരബോധത്തിലുണ്ടായ അഴുക്കുകൾ കത്തിപ്പോയിക്കോളും. യോഗ അഗ്നിസെ തുമാരെ വികർമ്മ ദഗ്ധ ഹോഗി. ഈ യോഗ അഗ്നിയിലൂടെ വികർമ്മങ്ങളെല്ലാം ഭസ്മാകും. കിത്തനെ ആശ്രമം. ഈ ലോകത്ത് എത്ര ആശ്രമങ്ങളുണ്ട്? അനേക പ്രകാരത്തെ ഹടയോഗ്യ ചിത്രലകി. അനേക പ്രകാരത്തിലുള്ള ഹടയോഗങ്ങളുണ്ട്. നമ്മളെല്ലാവരും കൂടി പത്മാസനത്തിലിരിക്കുക, വളരെ ബുദ്ധിമുട്ടി ഒരു വിധത്തിൽ കാല് കയറ്റി, മുറിവെണ്ണയൊക്കെ തേച്ച് കാല് കയറ്റി. അവർ ആത്മാവ് ശുദ്ധമാകും. ആത്മാവ് ശുദ്ധമാകും. പത്മാസനത്തിലിരിക്കാൻ 10 മണിക്കൂർ പത്മാസനത്തിലിരിക്കും. 10 അല്ല 12 മണിക്കൂർ. ആത്മാവ് മനസ്സിനെ വല്ലതും ബാധിക്കും? ആത്മാവ് ശുദ്ധമാകും? ഇല്ല. എത്ര പ്രകാരത്തിലുള്ള ഹടയോഗ ചിത്രങ്ങളും ആശ്രമങ്ങളുമാണ്. യോഗ അഥവാ യാദിക്കി പട്ടി. ഇവിടെ ബാബ പഠിപ്പിക്കുന്ന എന്താണ്? ഓർമ്മയുടെ അല്ലെങ്കിൽ യോഗത്തിന്റെ ഒരു ചൂളയാണ്. ബൽ ഗൃഹസ്ഥ വ്യവഹാരമേ രഹു ഭോജനാദി ബനാവു. ഇതിന് ബാബ ഒരു സന്യാസി ആകേണ്ട കാര്യമില്ല. കുടുംബജീവിതത്തിൽ കഴിഞ്ഞോ, ആഹാരം ഉണ്ടാക്കിക്കോ, ബച്ചുംകി സമ്പാൽക്കരോ, കുട്ടികളെ നോക്കിക്കോ. സവേരത്തെ ടൈം ഹിന, പ്രഭാതത്തിൽ സമയമുണ്ടല്ലോ. കഹാബി ജാത്താഹേ രാമസിമരും പ്രഭാതമോര്യമൻ. ഭക്തിമാർഗത്തിലും പറയാറുണ്ട്, എന്റെ മനസ്സിൽ നീ പ്രഭാതത്തിൽ രാമനെ ഓർമ്മിക്കുക. ആത്മാമേം ബുദ്ധി, ആത്മാവിന് ബുദ്ധിയുണ്ട്. ഭക്തിമേം സവേരെ കർദ്ദം. ഭക്തിയും പ്രഭാതത്തിലാണ് ചെയ്യുന്നത്. തുമ്പി സവേരോട് ബാബു യാത്. നമ്മളും അതുപോലെ എന്ത് ചെയ്യണം? വെളുപ്പിന് എഴുന്നേറ്റിട്ട് ബാബയെ ഓർമ്മിക്കണം. കർമ്മത്തിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ബാബ ഇങ്ങനെ ഓർമ്മിക്കണം. വികർമ്മ വിനാശകരം. എങ്ങനെയും നമ്മുടെ ആത്മാവ് ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങൾ ഇല്ലാണ്ടാക്കണം. സാര കിച്ചണ നികൽ ആത്മാ കഞ്ചൻ ബെഞ്ചായി. ഈ അഴുക്കെല്ലാം പോകുമ്പോൾ ആത്മാവ് തനി തങ്കമായി മാറും. ഒരു കായാബി കഞ്ചൻ ബില്ലു. ആത്മാവ് ശുദ്ധമാക്കുകയാണെങ്കിൽ ആ നല്ല ആത്മാവിന് കിട്ടുന്ന ശരീരവും നല്ലതായിരിക്കും. അഭി തുമാരി ആത്മാ ദോ ക്യാരറ്റ് ബി നഹി.
ഇപ്പോൾ ബാബ പറയാണ് 2 ക്യാരറ്റ് പോലും ഇല്ല ആത്മാവ്. 24 ക്യാരറ്റ് ആയിരുന്നു, ഇപ്പൊ 2 ക്യാരറ്റ് പോലും ഇല്ല. ഭാരതത്തിലെ ദേവി ദേവതാവൊക്കെ 84 ജന്മം കാ ഹിസാബ് ലേനാ പടേ. ഭാരതത്തിലെ ദേവി ദേവതകളുടെ 84 ജന്മത്തിന്റെ കണക്കെടുക്കണം. വേൾഡിക്ക് ഹിസ്റ്ററി ജോഗ്രഫി റിപ്പീറ്റ്, ലോകത്തിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ചെയ്യും. പരന്തു ആയുക്യത്തിന് യഹ്ജാനത്തിന്, ആളുകളും പറയാറുണ്ട് ചരിത്രം ആവർത്തിക്കും, പക്ഷെ ഇത് എത്ര കാലാവധിയിലാണ് പറയുന്നത് അത് അവർക്ക് അറിയില്ല. കൽപ്പയ്ക്ക് ആയുക്കോ ഹി നഹീം ജാനത്തെ, കൽപ്പത്തിന്റെ ആയുസേ അറിയില്ല. ബാബ കാത്തെ മേം ആയാഹും ശ്രീമത്തിനെ ശ്രേഷ്ഠതനാണ്. ബാബ പറയാണ് ഞാൻ വരുന്നത് ശ്രീമത്ത് നൽകാൻ, ജ്ഞാനം നൽകാൻ, ശ്രേഷ്ഠമാക്കാനാണ്. യാദിക്ക് അഗ്നിസേ ഹി ഘാത് നികലേഗി അവർ കൊയ് ഉപായ നഹി ഹേ, ഓർമ്മയുടെ അഗ്നിയിലൂടെ മാത്രമേ നമ്മുടെ പാപങ്ങൾ നശിക്കുകയുള്ളൂ. വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? വേറെ ഒരു മാർഗവും എന്റെ അറിവിലില്ല. പിന്നെ ലൈല സിസ്റ്റർ അറിവിലുണ്ടാവുമായിരിക്കും, രാധാകൃഷ്ണഭായിക്ക് വേറെ, ശശിഭായിക്ക് വേറെ അറിവുണ്ടാവും. വേറെ എന്റെ അറിവിൽ വേറെ ഒരു മാർഗം അല്ലെ? പവിത്രമായിരിക്കുന്ന പവിത്രതയുടെ അഗ്നിയെ ഓർമ്മിച്ച് 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 മനസ്സ് എന്ത് ഓർമ്മിക്കും അതുപോലെ. ദ്വാപരം മുതൽ മനസ്സ് ദേഹങ്ങൾ ഓർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ദേഹബോധത്തിൽ പോയി തറ പിടിച്ചു. ബാബ പറയണു സംഗമയുഗത്തിൽ മനസ്സുകൊണ്ട് ബാബയെ ഓർമ്മ. ബാബ പറയണു കുട്ടികളെ വേറെ ഒരു ഉപായമില്ല. ബച്ചോംകോ ബഹാദൂർ ബനന ഡരോ മത്, കുട്ടികൾ കുറച്ച് തന്റെ ഇടമൊക്കെ ഉള്ളവരാണ്, പേടിക്കാതിരിക്കെ. ജിൻകാ രക്ഷക് ഖുദ് ഭഗവാൻ ബാബ് ബൈഡ ഉൻകോ കിസ്സെ ഡർനാ. ബാബ പറഞ്ഞു സ്വയം രക്ഷകനായ ഭഗവാൻ തന്നെ ഇരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യം? അതായത് നമുക്ക് പേടി വരും. അപ്പൊ വീട്ടുകാരോട് പറഞ്ഞാൽ, പിന്നെ ഗുരുക്കന്മാരെ പേടിയുണ്ട്, ഗുരുവിനെ വിട്ടുപോകാൻ പിന്നെ പേടി. തുമേ കൊയ് ശ്രാപാദിക്കാതെ, അപ്പൊ നിങ്ങൾ ആരും ശപിക്കാൻ അവന് പേടിക്കണ്ടല്ല. കൊച്ചുമിനയ്ക്കും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ മാർഗത്തിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടി വരും. ഒരു വീട്ടുകാർ വല്ലതും പറഞ്ഞാലോ, നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ, കൂട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ, പിന്നെ ഗുരുക്കന്മാരെന്തെങ്കിലും പറഞ്ഞാലോ, പിന്നെ അമ്പലത്തിൽ നമ്മൾ കൂടെ പോയിക്കൊണ്ടിരുന്നവരെന്തെങ്കിലും പറഞ്ഞാലും അവരൊന്നും പേടിക്കാതിരിക്കും. ഒന്നും പറഞ്ഞു സർവരക്ഷകനായ ഭഗവാൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ പേടിക്കേണ്ട കാര്യം തന്റെ ഇടം വേണം. അച്ഛാ മീട്ടെ മീട്ടെ सिकिलिंदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की, रूहानी बच्चों को नमस्ते, रूहानी बच्चों की, रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ, ഏതൊരു കർമ്മവും സ്നേഹത്തോടു കൂടി ചെയ്യണം, ദേഷ്യപ്പെട്ട് ചെയ്യണം. അവർ ദേഷ്യപ്പെടുന്ന ആരും മാറാം, ജന്മം മാറും. അവർ സ്നേഹത്തിന് പ്രോത്സാഹനം കൊടുത്ത മാറി. ബാബയുടെ ഓർമ്മയിൽ സദാ ഹർഷിതമായി. ആരെങ്ങനെയാണെങ്കിലും അവർ നമ്മുടെ പുഞ്ചിരി പോകാണ്ട് നോക്കി സദാ ഹർഷിതമായി കഴിഞ്ഞു. സദാ ദേവതകളെ പോലെ പുഞ്ചിരിക്കണം. ആത്മാവിൻ ജോ ഘാത് പടി യോഗ അഗ്നിസെ യാദ് അഗ്നിസെ, ആത്മാവിൽ പിടിച്ചിരിക്കുന്ന കറ ഓർമ്മയുടെ അഗ്നിയിൽ കത്തിച്ചു വേണം. വിനാശകരണ, വികർമ്മങ്ങൾ വിനാശം ചെയ്യും. ബഹാദുർബൻ സേവാകരണയ്ക്ക് ധർണനായി, നല്ല തന്റെ ഇടമുള്ളവരായി സേവനം ചെയ്യണം. ആരെയും പേടിക്കേണ്ട കാര്യം, ആരെയും പേടിക്കുന്നത്. അമ്മ എന്താ പറഞ്ഞിരുന്നത്? ആകെ പേടിയുണ്ടായിരുന്ന ദൈവത്തെയാണ്. അപ്പൊ ആ ദൈവം നമ്മുടെ കൂടെയാണ്. ഇപ്പൊ ആരെ പേടിക്കാൻ അല്ലെ? ഇപ്പൊ ആരെ പേടിക്കാൻ? ആരെയും പേടിക്കേണ്ട കാര്യം. വരദാനം സർവ കർമ്മേന്ദ്രിയം കോ ലോ ആൻഡ് ഓർഡർ പ്രമാൺ ചലാനെ വാലെ മാസ്റ്റർ സർവശക്തിമാൻ ഭവ. സർവ കർമ്മേന്ദ്രിയങ്ങളെയും ലോ ആൻഡ് ഓർഡർ പ്രമാണം, നിയമപ്രമാണം നടത്തിക്കുന്ന മാസ്റ്റർ സർവശക്തിമാനായി ഭവിക്കൂ. मास्टर सर्वशक्तिमान राजयोगी वह है जो राजा बनकर अपने कर्मेंद्रियों रूपी प्रजा को लॉ एंड ഓർഡർ പ്രമാൺ ചലായി. മാസ്റ്റർ സർവശക്തിമാൻ രാജയോഗി ആരാണ്? ആരാണോ രാജാവായി മാറി തന്റെ കർമ്മേന്ദ്രിയങ്ങളാവുന്ന പ്രജകളെ ലോ ആൻഡ് ഓർഡർ പ്രമാണം നടത്തിക്കുന്നത്, അവരാണ് രാജാവ്. ജैसे राजा राज्य दरबार लगाते, ऐसे आप अपने राज्य कारोबारी कर्मेंद्रियों की रोज दरबार लगाओ और हालचाल पूछो कि कोई भी कर्मचारी ऑपोजिशन तो നഹീം കർത്തെ സബ് കൺട്രോൾ നഹി. ഒരു രാജാവ് ദിവസവും രാജദർബാർ കൂടുന്നത് പോലെ ആത്മരാജൻ എന്ത് ചെയ്യണം? തന്റെ കർമ്മേന്ദ്രിയങ്ങളാവുന്ന വേലക്കാരെയൊക്കെ രാത്രി വിളിച്ചു കൂട്ടണം. എന്നിട്ട് ഓരോ കർമ്മേന്ദ്രിയങ്ങളോടും വിശേഷിച്ച് ചോദിക്കണം, ഇന്ന് നീ എന്നെ എതിർക്കാനൊന്നും വന്നില്ല, നീ എനിക്കെതിരെ ഒന്നും ചെയ്തില്ലല്ലോ, കണ്ണ് തോന്നിവാസം കാണിച്ചില്ലല്ലോ, അത് ആവശ്യമില്ലാത്തത് കേട്ടില്ലല്ലോ, ആ ആവശ്യമില്ലാത്തത് പറഞ്ഞില്ലല്ലോ. ഇതിനാണ് ബാബറിനെ യഥാർത്ഥ ചാർട്ട് എന്ന് പറയുന്നത്. ഓരോ ദിവസവും ദർബാർ കൂടിയിട്ട് ചോദിക്കണം, ഈ ഇന്ദ്രിയങ്ങളൊന്നും രാജാവിനെ നിൽക്കാൻ വന്നില്ലല്ലോ, എല്ലാം നിയന്ത്രണത്തിലായിരുന്നില്ലേ. ജോ മാസ്റ്റർ സർവശക്തിമാൻ ഹെ ഉനേം ഏക ഭി കർമ്മേന്ദ്രിയ കഭി ധോക്ക നഹീ ദേ സക്തേ ഹെ. മാസ്റ്റർ സർവശക്തിമാൻ, ഒരു രാജാവ് സർവശക്തിയുള്ള ആളാണ്. അപ്പോൾ ബാബ പറയാണ് മാസ്റ്റർ സർവശക്തിമാനെ ഒരു കർമ്മേന്ദ്രിയങ്ങൾ പോലും ചതിക്കത്തില്ല. സ്റ്റോപ്പ് കഹാ ടു സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. സ്ലോഗൻ സമയ പർ സർവശക്തിയോं को कार्य में लगाना ही മാസ്റ്റർ സർവശക്തിമാൻ ബൻ. സമയത്ത് സകല ശക്തികളെയും കാര്യത്തിൽ ഉപയോഗിക്കും, അവരാണ് മാസ്റ്റർ സർവശക്തി.
ഒരു സമയത്താണ്. ഇപ്പൊ നമ്മള് മനസ്സിൽ ചിലപ്പോൾ പറയാൻ വന്നു, മനസ്സിന്റെ നിയന്ത്രണം പെട്ടെന്ന് വരും, പക്ഷെ അങ്ങ് ദേഷ്യം വന്നു, വായി തുറന്നതാണ് പക്ഷെ പൂട്ടി, പറഞ്ഞില്ല. അപ്പൊ ബാബ പറയാണ്, അവരാണ് സർവശക്തിമാൻ. വായു പൂട്ടണമെന്ന് വെച്ചാൽ പൂട്ടണം, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. അപ്പൊ ബാബ പറയാണ് ഇന്ദ്രിയങ്ങളുടെ മുകളിൽ അത്രയും കൺട്രോള്. ഇനി മാതേശ്വരിയുടെ കുറച്ച് മഹാവാക്യം, വളരെ കുറച്ചുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം പ്രാപ്തമാക്കുന്ന ഒരു സെക്കൻഡിന്റെ കാര്യം, പക്ഷേ ഒരു സെക്കൻഡിൽ മനസ്സിലാവില്ല. എന്തുകൊണ്ടാൽ ഇത് സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ യഥാർത്ഥത്തിൽ ശാന്തസ്വരൂപ ആത്മാവ്. ഇപ്പൊ നമുക്ക് ദേഷ്യപ്പെടരുത്, ശരിയാ, ആത്മാവ് ഒരു സെക്കൻഡ് മതി, ഓം ശാന്തി, ഞാൻ ആത്മാവ് ശാന്തസ്വരൂപം, ഞാൻ പരന്താവാസി. സംഗതി ശരിയാണ്, പക്ഷെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ശാന്തി ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. ദേഷ്യപ്പെടരുതെന്നൊക്കെ പറഞ്ഞാലും കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പരമാത്മാവിന്റെ സന്താനങ്ങളാണ്. അപ്പൊ ഏക സമചനത്തോ ഏക സെക്കൻഡ് की बात, ഇത് മനസ്സിലാക്കാൻ ഒരു സെക്കൻഡ് മതി. परंतु इसमें निश्चय करने में कोई हठयोग, कोई जब तब कोई भी प्रकार का साधना करना कोई जरूरत नहीं. എന്നാൽ ഇത് ഉറപ്പിക്കുന്നതിന് നമ്മള് ജപതവാദികൾ ചെയ്യേണ്ട കാര്യം, തീർത്ഥാടനത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല. അതൊരു അറിവാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ഈശ്വരന്റെ കുട്ടിയാണ്. സിർഫ് ഒറിജിനൽ അപ്പനെ രൂപക്കോ പകड़, തന്റെ യഥാർത്ഥ രൂപത്തിൽ പിടിച്ചാൽ മതി. ബാക്കി ഹം ജോ ഇത്തന പുരുഷാർത്ഥ കർ രഹേ ഹെ വോ കിസ്കെ ലിയെ, എന്നാ പിന്നെ അങ്ങ് പിടിച്ചോണ്ടിരുന്നാ പോരെ, ഞാൻ ആത്മാവ് ശാന്തസ്വരൂപം, പിന്നെ എന്തിനാ ഇത്രയും പുരുഷാർത്ഥമൊക്കെ ചെയ്യുന്നത്? अब इस पर समझाया जाता है, हम जो इतना पुरुषार्थ कर रहे हैं वो सिर्फ इतनी बात पर ही कर रहे हैं, जैसे अपने प्रैक्टिकल जीवन को बनाना है तो अपने इस बॉडी कॉन्शियस से पूरा निकाल. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും പുരുഷാർത്ഥം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാബ പറഞ്ഞത് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ ദേഹബോധം പോകണം. ദേഹബോധമൊന്നും അങ്ങനെ ഒന്നും ഇറങ്ങിത്തരണം. അതുകൊണ്ടാണ് നമുക്ക് നല്ല പുരുഷാർത്ഥം ചെയ്യേണ്ടത്. असल में सॉल कॉन्शियस रूप में स्थित होने व इन दैवी गुणों को धारण करने में മെഹനത്ത് അവശ്യലകത്ത്. നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചാൽ മതി, നമ്മൾ എത്രത്തോളം ആത്മാഭിമാനി. ബാബ എന്ന് പറഞ്ഞു വളരെ പ്രേമപൂർവ്വമായിരിക്കണം, ലൂൻപാനി ഉപ്പോളം പോലെ ആകരുത്, പാലും പഞ്ചസാരയും പോലെയാണ്. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കും, നമ്മൾ അങ്ങനെ ആയും വേണ്ട, എത്ര ശതമാനമായി? അപ്പൊ അതുകൊണ്ടാണ് അമ്മ പറയുന്നത് നന്നായിട്ട് പണിയെടുക്കുന്നത്, ഈ പറയുന്ന പോലെ ആകാൻ. ഇസ്മയും ഹം ഹർ സമയം ഹർ കദം പർ സാവധാൻ. ഓരോ ചുവടിലും ഓരോ സമയത്ത് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടി വരും. अब जितना हम माया से सावधान रहेंगे तो बल कितनी भी घटनाएं सामने आएंगी मगर हमारा सामना नहीं कर सकेंगे. എത്ര മായ നമ്മൾ നേരിടാൻ വന്നാലും നമ്മൾ ധാരണയുള്ളവരും ജാഗ്രതയുള്ളവരുമാണെങ്കിൽ ഒന്നും നമ്മൾ നേരിട്ടില്ല. അവർ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മായയെ നേരിടും. മായ സാമനാത്തബ് കർത്തി ജബ് ഹം അപ്പനെ വിസ്മൃത കർ, നമ്മൾ നമ്മളെ മറന്നു പോകും. നമ്മൾ ആരാണ്, നമ്മൾ ആരുടേതാണ്, ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകുമ്പോഴാണ് മായ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഏറ്റുമുട്ടാൻ വരുന്നത്. അപ്പൊ യഹ്ജോ ഇതിനെ മാർജിൻ ഹി സിർഫ് പ്രാക്ടിക്കൽ ലൈഫ് ബനാൻ. പിന്നെ എന്തിനാണ് ഇതിന് സമയം? പ്രാക്ടിക്കൽ ഇത് കൊണ്ടുവരാൻ ഇതിന് സമയം പിടിക്കും. ബാക്കി ഞാനിത്തോ സെക്കൻഡേക്ക് ബാക്കി, ഞാൻ ആത്മാവാണ്, എന്റെ ധർമ്മം ശാന്തിയാണ്. അതുകൂടാണ്ട് നമുക്കറിയാം, ആരെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ എന്റെ കർമ്മ കണക്കാണെന്നും എനിക്കറിയാം, എന്റെ കണക്ക് തീരാണെന്നും എനിക്കറിയാം, എനിക്ക് സഹനശക്തി കൂടിയെന്നൊക്കെ അറിയാം, ഇതൊക്കെ അറിയാം, പക്ഷെ ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ടാണ് ഒരു സമയം വേണ്ടി വരുന്നത്. ഈ ആത്മാവ് अपना ईश्वरीय ज्ञान अपनी बुद्धि में नहीं निकाल हुआ है, न कोई अपनी समझ अथवा कल्पना है अथवा संकल्प है, परंतु यह ज्ञान सारी सृष्टि का जो रचयिता उस द्वारा सुना सकते. ഈ അറിവ് നമ്മുടെ ആരുടെയും മനസ്സിന് വന്നതല്ല, ഈ അറിവ് നമ്മുടെ ആരുടെയും കൽപ്പനയുമല്ല, ഇത് ഈശ്വരന്റെ രചയിതാവിന്റെ അറിവാണ്. और साथ साथ सुनकर अनुभव और विवेक में जो लाया जाता वो प्रैक्टिकल आपको सुना रहा है. എന്താണോ ഞങ്ങൾ ഇത് വിചാരം ചെയ്ത് മനനം ചെയ്ത് ബാബ കൽപ്പിച്ച കാര്യം മനനം ചെയ്ത് അനുഭവത്തിൽ കൊണ്ടുവന്നത്, അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. अगर अपने विवेक की बात होती तो सिर्फ अपने पास चलती, परंतु यह तो परमात्मा द्वारा सुन अपने विवेक से अनुभव से धारण कर. ഇത് നമ്മുടെ ഒരു അറിവാണ്, നമ്മുടെ കയ്യിൽ വെച്ചാൽ മതി. പക്ഷെ ഇത് പരമാത്മാവിലൂടെ കേട്ട അറിവാണ്. അത് വിവേകത്തിലൂടെ നമ്മൾ ധാരണ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു, ഇത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ആൾക്കാർക്ക് പറയുന്നത് 5000 വർഷം ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ആത്മാവാണ്. ഇതെല്ലാം നമുക്ക് ചിന്തിച്ചു മനസ്സിലായി അനുഭവം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. जो बात धारण करते वो जरूर जब विवेक और अनुभव में आती तब अपनी मानी जाती. ഒരു കാര്യം അത് നമ്മുടേതാകണമെങ്കിൽ അത് വിവേകം ചെയ്ത് അത് അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് അത് നമ്മുടേതാവും. ചോറ് പുറത്തിരിക്കും, അല്ലെങ്കിൽ കറികൾ പുറത്തിരിക്കും, അപ്പൊ നമ്മുടെയല്ല. നമ്മൾ കഴിച്ചപ്പോൾ നമ്മുടെയാ, അപ്പോൾ നമ്മുടെ ആയില്ല. അത് ദഹിച്ച് രക്തമായപ്പോഴാണ് ആഹാരം നമ്മുടെ ശരീരത്തിൽ ചേർന്നത്. അതേപോലെ ബാബയുടെ ജ്ഞാനം നമ്മുടെ ജ്ഞാനമല്ല. ബാബയുടെ ജ്ഞാനം കേട്ടപ്പോ എനിക്ക് തോന്നി കൊള്ളാവുന്ന തോന്നി, എന്നാലും സ്വീകരിച്ചില്ല. പിന്നെ അതിനെ കുറിച്ച് മനനം ചെയ്തു, അപ്പൊ കുറച്ചുകൂടി കൊള്ളാം. പ്രാക്ടീസ് ചെയ്ത് നോക്കി, അപ്പൊ കുറച്ച് അനുഭവം കിട്ടും, അപ്പോഴേ അത് നമ്മുടേതായുള്ളൂ.
അതല്ലാണ്ട് ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുമെന്ന് വിചാരിക്കണ്ട. പരമാത്മാ ക്യാ ഹി, രചയിത ക്യാ ഹി, രചന ക്യാ ഹി. ഈ പരമാത്മാവ് ആരാണ്, രചയിതാവ് ആരാണ്, രചന എന്താണ്? बाकी कोई अपने संकल्प की बात नहीं, अगर होती तो अपने मन में उल्पन्न होती, इसलिए जो अपने को स्वयं परमात्मा द्वारा मुख्य धारणा योगी पॉइंट मिली हुई वो है मुख्य योग लगाना, परंतु योग के पहले ज्ञान चाहिए. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന ജ്ഞാനമൊന്നുമല്ല, ഇത് പരമാത്മാവ് നൽകിയ അറിവാണ്. നമ്മളോട് യോഗ ചെയ്യാന്നൊക്കെ ബാബു പറയും, എപ്പോഴും എന്നെ ഓർമ്മിക്കണം, യോഗ അഗ്നിയിൽ കൂടെ കത്തിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അതിന് അറിവ് വേണ്ട. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണെന്ന് അറിവില്ലാണ്ട് എങ്ങനെ യോഗ വയ്ക്കാൻ പറ്റും? योग करने के लिए पहले ज्ञान क्यों कहते? അപ്പൊ യോഗത്തിന് മുമ്പ് എന്തുകൊണ്ടാണ് ജ്ഞാനം? ജ്ഞാനം യോഗം ധാരണ എന്നേ പറയുള്ളൂ. പഹലെ സോചന സമചന ആദ്യമേ യോഗം. ആദ്യം ഈ ജ്ഞാനം കേൾക്കണം, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, പിന്നെ അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിൽ ആക്കണം, എന്നിട്ട് നമുക്ക് യോഗ ചെയ്യും. ഹമേശ ഐസെ കഹാ ജാത്ത പഹലെ സമझ जा. ആദ്യം വേണ്ടത് അറിവ് തന്നെയാണ്. നഹിന്തോ ഉൾട്ടാ കർമ്മ ചലേഗ, ഇസ്ലിയെ പഹലെ ഞാൻ ജരൂരി ഹെ. അതല്ലെങ്കിൽ കർമ്മത്തെ കുറിച്ച് അറിവില്ലെങ്കിൽ തലതിരിഞ്ഞ കർമ്മങ്ങൾ വരും. തലതിരിഞ്ഞ കർമ്മം ചെയ്താൽ പിന്നെ ബാബയെ ഓർമ്മിക്കാൻ പറ്റും. ഞാൻ ഏക ഊഞ്ചി സ്റ്റേജിൽ, ജ്ഞാനം വളരെ ഉയർന്ന സ്ഥിതി. പിന്നെ ബാബ എന്ത് പറഞ്ഞു? കർമ്മസന്യാസം നടക്കും, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, കമലപുഷ്പ സമ്മാനം ഇരുന്നാൽ മതി. അപ്പൊ നമ്മളത് മന്നം ചെയ്തിട്ട് ശരിയാന്ന് തോന്നാൻ പ്രാക്ടിക്കലാക്കി നോക്കണം. കുറെയൊക്കെ ശരിയായി വരും. അപ്പൊ നമുക്ക് തോന്നും കാര്യം ശരിയാന്ന്. ബാബ മമ്മ പറയാണ്, അതുകൊണ്ട് ഏതൊരു കാര്യവും മനസ്സിലാക്കാൻ ആദ്യം ബുദ്ധി വേണം. ഊഞ്ചത്തെ ഊഞ്ച് പരമാത്മാ ഹംകോ പടാ രഹാ ഹെ. എന്തുകൊണ്ടെന്നാൽ ഉയർന്നതിലും ഉയർന്ന പരമാത്മാവാണ്. ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാനായ പരമാത്മാവ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അത് ബുദ്ധി കൊണ്ട്, കാതുകൊണ്ട് കേട്ട്, ബുദ്ധി കൊണ്ട് മനനം ചെയ്ത്, അത് മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ആക്കി നമ്മൾ അതിന്റെ സ്വരൂപമായി മാറും. പിന്നെ അതിനുവേണ്ടി ശ്രമിക്കണം. അതല്ലാണ്ട് ഇത് നമ്മൾ കയ്യിലെടുത്ത് പറയുന്ന ജ്ഞാനമൊന്നും വിചാരിച്ചേക്കണ്ട. അച്ഛ ഓം ശാന്തി. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ബാബ എന്ത് ജ്ഞാനത്തിന്റെ മധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു, അത് നമ്മൾ ധാരണ ചെയ്യണം. വളരെ മധുരമുള്ളവരാകണം. പാലും പഞ്ചസാരയും പോലെ ആകണം. ഒരിക്കലും നമ്മൾ വെള്ളമായി മാറും, അതായത് തല്ലുകൂടുന്നവരായി മാറരുത്. പകരം വളരെ ചേർന്ന് പോകുന്നവരാകണം. ഏത് മഹാമന്ത്രത്തിലൂടെ രാജധാനി, പുതിയ ലോകത്തിന്റെ രാജധാനിയുടെ തിലകം ബാബ ഒരു മഹാമന്ത്രം നൽകിയാണ്. മധുരമായ കുട്ടികളെ, ഓമന മക്കളെ, അച്ഛനെയും അച്ഛൻ നൽകുന്ന സമ്പത്തിനെയും ഓർക്കണം. ഈ രാവണൻ നൽകിയ സമ്പത്തിനെയും മറക്കണം. എന്ന് വെച്ചാൽ ലോകം വിട്ടു പോകരുത്. കുടുംബ ജീവിതത്തിൽ കമലപുഷ്പ സമാനം കഴിയണം. അപ്പോൾ രാജധാനി. പഴയ ലോകത്ത് ജീവിക്കാൻ പഠിക്കണം. അതാണ് ജീവൻ മുക്തിയുടെ പണി. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഗ്രഹങ്ങളൊക്കെ കറുപ്പിച്ച് കാണിച്ചത്? ബാബ പറയണം, മനുഷ്യന്റെ മനസ്സൊക്കെ പതിതമായി കറുത്തു. അപ്പോൾ അവര് കൃഷ്ണനെയും ശിവനെയും രാമനെയും അയ്യപ്പനെയും മുരുകനെയും എല്ലാത്തിനെയും കറുപ്പിച്ച് കാണിച്ചു. എന്നിട്ട് പിന്നെ അത് വിശ്വസിക്കണമല്ലോ, അതിനുവേണ്ടി ഒരു സർപ്പം കൊടുത്തു. ഏത് സർപ്പം? കാളിയൻ, കറപ്പിച്ചവൻ. 5 പത്തിയാണ്. 5 പത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമക്രോധാദികളാണ്. അപ്പൊ 5 പത്തിയുള്ള ഒരു സർപ്പം വന്നു. കൃഷ്ണന്റെ മുകളിൽ ഒരു ഡാൻസ് കളിച്ചു, പിന്നെ കൊത്തി. സ്വാഭാവിക്കണം. അപ്പൊ രാമൻ ആരാ കുത്തിയത്, നാരായണൻ ആരാ കുത്തിയത്, രാധ ആരാ കുത്തിയതൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കറപ്പിച്ച് കാണിച്ചിരിക്കുക. അപ്പൊ പറയണം, മനുഷ്യന്റെ മനസ്സ് കറത്തു പോയിട്ടാണ്. ഈ ചക്രം എങ്ങനെ തിരിയുന്നു? ഇതിന് എത്ര കാലാവധിയുണ്ട്? എപ്പോഴായിരുന്നു പകൽ, എപ്പോഴായിരുന്നു രാത്രി? പകൽ ആരായിരുന്നു, രാത്രിയിൽ ആരായിരുന്നു? പകലിന്റെ വിശേഷം എന്തായിരുന്നു, രാത്രിയുടെ വിശേഷം എന്താണ്? ആർക്കും അറിയാൻ പാടില്ല. ആരെങ്കിലും മരിച്ച സ്വർഗത്തിൽ പോയി എന്ന് പറയും, അവർ വായിൽ വന്ന് വിളിച്ചു പറയും. സന്യാസി മരിച്ചാൽ പറയും അവര് ബ്രഹ്മത്തിൽ പോയി, നിർവ്വാണത്തിലേക്ക്. അത് പറഞ്ഞുകൊണ്ടിരിക്കും. നിർവ്വാണം ബാബ പറഞ്ഞ ലയിക്കുന്ന ഒരു സ്ഥലമൊന്നുമില്ല. നിർവ്വാണം നമ്മൾ ആത്മാക്കളുടെ വീടാണ്. അവിടെ നമ്മൾ കളിക്കാൻ വന്നവരാണ്. ഇപ്പോൾ കളി കഴിഞ്ഞു. കളിയുടെ ലാസ്റ്റ് സീൻ വിനാശമാണ് മുന്നിൽ നിൽക്കുന്നത്. ബാബ വന്നിട്ടുണ്ട്. ഈ സമയം എല്ലാവരും പോകേണ്ട സമയമാണ്. പക്ഷെ ബ്രഹ്മലോകമാകുന്ന പവിത്രമായ വീട്ടിൽ പരമാത്മാവിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ആത്മാവ് പവിത്രമാകണം. പക്ഷെ നമ്മൾ പവിത്രതയില്ല. അപവിത്രത എന്താന്ന് പോലും അറിയില്ല. പക്ഷെ ഈ ലോകം പാപാത്മാക്കളുടെ ലോകമാണ്. ഈ പാപം നമ്മുടെ ആത്മാവിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഏകമാത്രമായ ഉപായമാണ് നിരന്തരം പാപയുദ്ധത്തിന് ഓർമ്മ. ഈ മന്ത്രം നൽകാനാണ് ബാബ വരുന്നത്. ഈ മന്ത്രമാണ് ബ്രാഹ്മണര് ലോകത്തിന് കൊടുക്കേണ്ടത്. ബാബ പറയാണ്, കുട്ടികളെ, മമ്മ എന്ത് പറഞ്ഞു? ഇത് പ്രാക്ടീസ് ചെയ്യാനേ കുറച്ച് സമയം. അതിനാണ് പുരുഷാർത്ഥത്തിന് സമയം പിടിച്ച് അത് പ്രാക്ടിക്കൽ സ്വരൂപമായിട്ട് മാറും. വരദാനത്തിലും ബാബ എന്ത് പറഞ്ഞു? അത് സ്വരൂപമാകാൻ ഒരു വിധി പറഞ്ഞു. രാത്രി എല്ലാ ഇന്ദ്രിയങ്ങളെയും ചെക്ക് ചെയ്യണം. ഇന്ന് ആത്മാവിന് ധർമ്മത്തിന് വിരുദ്ധമായി എന്ത് ചെയ്തത് ആത്മാവ് തന്നെയാണ്. പക്ഷെ അതൊരു വിധിയാണ്. ശരീരത്തോട് ചോദിക്കുന്നത് പോലെ ആത്മാവിന് ആ ദർബാർ കൂടുമ്പോൾ ബാബ പറയാണ് പരിവർത്തനം. അത് തന്നെയാണ് ശ്ലോകനിലും പറഞ്ഞത്. അല്ലെ, കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് മാസ്റ്റർ സർവീസ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ സംഭവിക്കും. പാപകർമ്മങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാബ നമ്മളെ പഠിക്കുന്നത്. ഈ സമയത്ത് ബാബ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കുള്ള സമ്പത്ത് നമുക്ക് നൽകാണ്. അതിനുള്ള വഴി പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ദൈവത്തെ ഗൈഡ്. ഈ സമയത്ത് ബാബ
ഗൈഡായി വന്നിട്ടുണ്ട്. നമ്മൾ ബാബയുടെ കുട്ടികളും ബാബ പറയാണ് റുഹാനി സോഷ്യൽ വർക്കറാണ്. ഏറ്റവും ഉയർന്ന സേവനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം കൊടുക്കലാണ്, പരമാത്മാവിന്റെ അറിവ് കൊടുക്കാണ്. അതിലൂടെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റുഹാനി സോഷ്യൽ വർക്കറായിട്ട്. പിന്നെ ബാബ എന്താ പറഞ്ഞ, കുട്ടികളെ ദേഷ്യപ്പെട്ടുകൊണ്ടൊന്നും നടക്കുന്നതെന്ന് വിചാരിക്കും. ആളുകളെ പേടിപ്പിച്ചൊന്നും നടക്കത്തില്ല. സ്നേഹത്തിൽ കൂടെ കാര്യങ്ങൾ ചെയ്യും. വരാൻ പോകുന്ന ലോകത്തിൽ എല്ലാവരും പുഞ്ചിരിക്കുന്നവരായിരിക്കും. ഒരേ ജലാശയത്തിൽ നിന്ന് സിംഹവും ആടും കൂടി വെള്ളം. അപ്പൊ ഇവിടെ സിംഹത്തിനെ പോലെ സംസ്കാരമുള്ളവരുണ്ടാവും, ആടിനെ പോലുള്ള പാവങ്ങൾ. രണ്ടുപേരോട് ചേർന്ന് പോകാം, രണ്ടുപേരോട് നമുക്ക് ചേർന്ന് പോകാം. ചിലർക്ക് ഭയങ്കര സ്വഭാവമാണ്, അടുത്ത സ്വഭാവം, അവരോടും ചേർന്ന് പോകാൻ മടി. ചില വളരെ പാവങ്ങളാണ്, അവരോടും അവരോടും ചേർന്ന് പോകാൻ അവർ ഉയർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കും. അതിലാണ്ട് ദേഷ്യപ്പെട്ടിട്ട് ബഹളം വെച്ചിട്ട്. പിന്നെ വീട് വിടുന്ന സന്യാസം ബാബർ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. കർമ്മ സന്യാസിക്കുക, അവർ നടക്കാത്ത കാര്യം, ആ വാക്ക് തന്നെ തെറ്റാണ്. കർമ്മയോഗമാണ് ശരി, കർമ്മത്തെ യോഗമാക്കി നമ്മൾ കർമ്മയോഗമാക്കി. അതുകൊണ്ട് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഗൃഹം വിട്ടുപോകാൻ ശ്രമിക്കാതെ ഗൃഹസ്ഥത്തിൽ നമ്മുടെ കടമകൾ നിർവഹിച്ച് കമലപുഷ്പ സമാനം ഒന്നും എന്റെയല്ല ബാബയുടെ ഓർമ്മയിൽ വീട് നടന്നോളും, യോഗവും നടന്നു. ആ മാർഗമല്ലാണ്ട് ബാബ പറയണു വേറെ വല്ല മാർഗത്തിലൂടെ പോകുകയാണെങ്കിൽ രാജതിലകം നമുക്ക് കിട്ടത്തില്ല. ഓം ശാന്തി.